മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകലിലായി പാർട്ടിവന്നിരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വലിയവനാണ്. അവൻ്റെ വലിയ പദ്ധതികൾ ഇന്ന് പകൽക്കാലം വെളിപ്പെടുവാനിടയാകും. നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പേ, നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ ദൈവം തന്റെ പദ്ധതികളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് കാണുമെന്നും ഇങ്ങനെ ഒരു കൂട്ടായ്മ നടക്കുന്നു ചിലപ്പോൾ നമ്മൾ പ്ലാനില്ലായിരുന്നു, പക്ഷെ ദൈവത്തിന്റെ പദ്ധതികളിൽ ഇതെല്ലാം ഉള്ളൊരു. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവം ഉദ്ദേശിച്ച് നമ്മൾ ഇങ്ങനെ ആക്കിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി നിവർത്തിക്കുവാൻ എന്റെ കർത്താവ് സർവശക്തനാണ്. എന്റെ യേശുവിന്റെ പ്രത്യേകത, അവൻ മുൻവിധിയില്ലാതെ നമ്മളെ നോക്കുന്നവനാണ്. നമ്മളൊരു വ്യക്തി, ഞാനിപ്പോൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിനകത്ത് പലവിധ മുൻവിധികളുണ്ട്. എന്നാൽ മുൻവിധികൾ ാത്ത ശ്രദ്ധിക്കുന്ന ഒരു യേശുവിടെ വന്നിട്ടുണ്ട്. അവൻ നമ്മളെ നന്നായിട്ട് അറിയുന്നുണ്ട്, വ്യക്തമായി അറിയുന്നുണ്ട്. നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ ജീവിതത്തിന്റെ സകല സാഹചര്യങ്ങളും നന്നായിട്ട് അറിയുന്ന ഒരു യേശുവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ഒന്ന് സ്തോത്രം ചെയ്ത സ്തോത്രം. ഒരു പാട്ടൊക്കെ പാടി നമുക്ക് ദൈവവചനത്തിലേക്ക് ശ്രമിക്കാം. ഇതൊരു ഔദ്യോഗിക മീറ്റിംഗ് അല്ലല്ലോ. ഹല്ലേലൂയ. നമുക്ക് ദൈവന്റെ ഉള്ളിനകത്ത് എൻ്റെ പ്രാർത്ഥനാ റൂമിൽ നൽകിയ ദൈവിക ആലോചനകൾ ഞാൻ നിങ്ങളോട് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ ടീച്ചിങ്ങിലൊന്നും അല്ല പോകാൻ പോകുന്നത്, ഒരു ദൈവിക വിടുതലിന്റെ സന്ദേശത്തിലേക്കാണ് ഇത് പകൽക്കാലം നയിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇന്ന് പകൽ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. വിടുവിക്കുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ നമ്മെ സഹായിപ്പാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ ഒരു മനുഷ്യന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഹല്ലേലൂയ സ്തോത്രം, ദൈവം പറഞ്ഞിട്ടും ആരും ഈ ദൈവശബ്ദം കേൾക്കുന്നില്ലല്ലോ. പലരും ലോകത്ത് ദൈവം സംസാരിക്കുന്നുണ്ട്, ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ആ മനുഷ്യൻ ഹല്ലേലൂയ ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു കൊടുത്തു. 4 നിലയുള്ള ഒരു ഫ്ലാറ്റ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. 4 നിലയുടെ മുകളിൽ നിന്ന് സൂപ്പർവൈസർ താഴെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്കാരനെ വിളിക്കുകയാണ്. പല ശബ്ദങ്ങളുടെ നടുവിൽ ഈ ജോലിക്കാരനെ വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. അതിനുശേഷം അദ്ദേഹം ഒരു 10 രൂപ ഇട്ടുകൊടുത്തു. 10 രൂപ ഇട്ടുകൊടുത്തപ്പോൾ ഹല്ലേലൂയ സ്തോത്രം 10 രൂപ കണ്ടപ്പോൾ അവനെടുത്ത് പോക്കറ്റിലിട്ടു. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ അവന്റെ ജോലി തുടരുവാനിടയായി. വീണ്ടും അദ്ദേഹം ഒരു 500 രൂപ എടുത്തിട്ടു. അപ്പോഴും ഹല്ലേലൂയ അവൻ അതെടുത്ത് പോക്കറ്റിലിട്ടു. പിന്നെ അദ്ദേഹം മേളിലേക്ക് വന്ന ആ മണലിൽ നിന്നൊരു ചെറിയ കല്ലെടുത്ത് അവന്റെ തലയ്ക്കിട്ടു. ആ തലയിൽ കൊണ്ടപ്പോൾ അവൻ മേളിലോട്ട് നോക്കി. ഹല്ലേലൂയ സ്തോത്രം. ദൈവം പല വിധത്തിൽ നമ്മളോട് സംസാരിക്കും. ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ നമുക്ക് തരും. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ ദൈവം ചെറിയ ചെറിയ കല്ലുകൾ, നമ്മളെ കൊണ്ട് കഴിയാത്തത്, നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ ഡോളർ കൊണ്ടും നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടും ചെയ്യാൻ കഴിയാത്തത് ഹല്ലേലൂയ സ്തോത്രം ജീവിതത്തിൽ അനുഭവവേദ്യമാകുമെന്ന് നമ്മൾ അറിയാതെ മേലോട്ട് നോക്കിപ്പോകും. നമ്മളെല്ലാം മിടുക്കന്മാരും മിടുക്കിമാരുമാണ്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ചില പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ വന്ന് ഇരിക്കത്തില്ല. മറ്റുള്ളവരെ പോലെ കാർ ഓടിച്ചോ, ഹല്ലേലൂയ സ്തോത്രം, വീട്ടിലകത്തിരുന്ന് ടിവിയോ ഇന്റർനെറ്റ് ഒക്കെ നോക്കിയിരുന്ന് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ, കരുപ്പിടിപ്പിക്കുവാൻ നമ്മൾ ശ്രമിച്ചു പോയാൽ ജീവിതത്തിലെ ചില മണ്ഡലങ്ങളിൽ നമ്മൾ പുറത്തു വരാൻ പലപ്പോഴും നമ്മളെ സാധിക്കത്തില്ല. പക്ഷേ യേശുവിനെ നമ്മളെ സഹായിക്കാൻ കഴിയും. ഇന്ന് പകൽ യേശുവിനെ മാത്രമേ സഹായിക്കാൻ കഴിയത്തുള്ളൂ. നമുക്ക് ചെയ്യാൻ കഴിയാത്തത് എന്റെ യേശുവിന് ചെയ്തു തരാൻ കഴിയും. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാകുന്നു, അവരുടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാനിടയാകട്ടെ. ഓ ഹല്ലേലൂയ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ,
എല്ലാരും പറയൂ, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ആ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാണ്. ഇത് രാത്രി പകൽക്കാലം സംസാരിക്കണം. നീ മാത്രമേ ഉള്ളൂ ദൈവം, ഞങ്ങളത് പൂർണ്ണമായി നിന്റെ സാന്നിധ്യം കൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഉപവാസത്തിന്റെ ഈ രണ്ടാം പകൽ ഇവിടുന്ന് ആശീർവാദം പറയുന്നതിനും എഴുന്നേൽക്കുന്നതിനും ഞങ്ങളുടെ ജീവിതത്തെ കരുപിടിപ്പിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കട്ടെ. ഞങ്ങൾ കർത്താവേ ജീവശവങ്ങൾ പോലെ ജീവിക്കാനല്ല ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. കർത്താവേ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ളവരായി ദൈവത്തിന്റെ ജീവനക്ക് വേണ്ടി നിൽക്കുവാൻ ഞങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ ആത്മീയ മണ്ഡലത്തിലേക്ക് ഇന്ന് പകൽക്കാലം കയറുന്ന ഒരു പകലാകട്ടെ. ആദരങ്ങളൊന്ന് ചലിപ്പിക്കാമെങ്കിൽ ഒന്ന് ചലിപ്പിക്കാൻ കഴിയുന്നവർ ഇന്ന് പകൽക്കാലം പറഞ്ഞ് അന്യഭാഷയിൽ സ്തുതിക്കാൻ കഴിയുന്നവർ അന്യഭാഷകളിൽ നിന്ന് സ്തുതിച്ചു തുടങ്ങിയാണ്ട് ചില രോഗമണ്ഡലങ്ങളെ ഇന്ന് പകൽ തകർത്ത് കളയട്ടെ, ചില വൈശാഖിക മണ്ഡലങ്ങളെ ഇന്ന് പകൽ തകർത്ത് കളയട്ടെ. ഒരു ആത്മീയ സന്ദേശം, ആത്മീയ ശക്തി സ്വന്തം നമ്മുടെ മേൽ പകരുവാൻ, ഒരു ദൈവകൃപ നമ്മുടെ മേൽ പകരുവാൻ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാതെ അന്നദാന മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ചില വചനങ്ങളൊക്കെ എടുത്ത് നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനം 33 അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ ഉഷാദുർത്തി വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഹല്ലേലൂയ. സാംസ് ഹല്ലേലൂയ 33 വേഴ്സ് 80. ഹല്ലേലൂയ. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോട് രക്ഷിപ്പാനും തന്നെ. നമ്മുടെ ഉള്ള യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ സഹായവും പരിചയമാവുന്നു. അവന്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. യഹോവേ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വെക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ആദ്യത്തെ 2 വാക്യങ്ങൾ യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേൽ ഇരിക്കുന്നു, തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേൽ ഇരിക്കുന്നു. അവരുടെ പ്രാണൻ എന്തിനാ ദൈവത്തിന്റെ ദൃഷ്ടി ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കാനും 2 അവരെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കുവാനും തന്നെ. ഒരു ഭക്തന്റെ മേൽ ദൈവത്തിന്റെ കണ്ണുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയുന്നു, ഞങ്ങളെ ശ്രദ്ധിക്കാൻ ആരുമില്ല. ഹല്ലേലൂയ. ഞങ്ങളെ നോക്കാൻ ആരുമില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നൊരു വല്ലാത്ത ലോകത്തിലാണ് ജീവിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അനേകർ ഹല്ലേലൂയ പറയുന്നു, ഞങ്ങൾ ഏകാന്തതയുള്ളവരാ. കഴിഞ്ഞ ദിവസം ഒരു ഭാര്യ എന്നോട് പറഞ്ഞു, ഭർത്താവ് എപ്പോ വന്നാലും ഫേസ്ബുക്കിനകത്ത് അദ്ദേഹത്തിന് എന്നോട് സംസാരിക്കാൻ, എന്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ സമയമില്ല. ഭാര്യ ഹല്ലേലൂയയെ കുറിച്ച് ഭർത്താവ് പറയാ, ഞാൻ വീട്ടിനകത്ത് കയറി വരുമ്പോ ഭാര്യ ഹല്ലേലൂയ ദുഃഖങ്ങളും പ്രയാസങ്ങളും മാത്രമേ പറയുള്ളൂ, സന്തോഷത്തിന്റെ ഒരു വാക്ക് പറയാനില്ല. കുഞ്ഞുങ്ങൾ വിളിച്ചു പറയുന്നു ഹല്ലേലൂയ സ്തോത്രം, വീട്ടിനകത്തോട്ട് വരുമ്പോ ഹല്ലേലൂയ അപ്പനും അമ്മയും തമ്മിലുള്ള വഴക്കുകൾ മാത്രമേ കാണാനുള്ളൂ, ഞങ്ങൾക്കൊരു സന്തോഷം ലഭിക്കുന്നില്ല. ഹല്ലേലൂയ. ഇങ്ങനെ ലോകത്തിൽ അനേകർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ ദൈവം പറയുകയാണ്, ഹല്ലേലൂയ മാനുഷിക മണ്ഡലങ്ങളിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുമ്പോ അതിനെല്ലാം പരാജയങ്ങൾ ലഭിക്കുമ്പോ ഇന്ന് പകൽക്കാലം ഒന്ന് ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. Wherever we go and wherever you go, നമ്മൾ എവിടെ പോയാലും അവന്റെ ദൃഷ്ടിയുണ്ട്. എന്തിനു വേണ്ടി? നമ്മൾ തകരാതിരിക്കുവാൻ, നമ്മൾ ഉടയാതിരിക്കുവാൻ. ഹല്ലേലൂയ സ്തോത്രം. ദൈവ ഭക്തനോട് കൂടെ ഉള്ളൊരു ദൈവം. ആരാണ് ഭക്തൻ? ആരാണ് ഭക്തൻ? ഇവിടെ ഇംഗ്ലീഷ് എഴുതി those who fear, ദൈവത്തെ ഭയപ്പെടുന്നവർ, ദൈവത്തെ ബഹുമാനിക്കുന്നവർ, അവരാണ് യഥാർത്ഥ ഭക്തന്മാർ എന്ന് പറയുന്നത്. ഹിന്ദുവിസം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണും, ഭക്തന് ഹല്ലേലൂയ ദൈവത്തോട് തോന്നുന്ന അനുരാഗത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. അനുരാഗം എന്ന് പറഞ്ഞ സ്നേഹം, അല്ലെങ്കിൽ ഹല്ലേലൂയ ദൈവത്തോടുള്ള ബന്ധം, ദൈവം എന്നുള്ള ബോധ്യത്തോടു കൂടി അവനോടുള്ള ഹല്ലേലൂയ ബന്ധത്തെയാണ് ഹല്ലേലൂയ എന്ന് പറയുന്നത് ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടെന്ന ദൈവത്തിന്റെ കണ്ണുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പറയുന്നത് പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എന്നെ സഹായിക്കാൻ ആരുമില്ല.
ആരുമില്ല, എന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ ആരുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഒരുവൻ ഈ ലോകത്തിൽ ഈ അമേരിക്കയിൽ പ്രത്യേകിച്ച് വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഒരുവന്റെ ഹല്ലേലൂയ യാത്ര ഒന്ന് നിന്നാൽ പിന്നീട് ഹല്ലേലൂയ മറ്റുള്ള യാത്രയിലേക്ക് കവർ ചെയ്ത് കയറണമെങ്കിൽ മണിക്കൂറുകൾ, വർഷങ്ങൾ എടുക്കും അവിടേക്കൊന്ന് എത്തിച്ചേരുവാൻ. അപ്പോൾ നമ്മൾ പറയുന്നു, ഞങ്ങൾ പരാജയപ്പെട്ടു, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം സിസ്റ്റം മുന്നോട്ട് പോയാലും സാഹചര്യങ്ങൾ മുന്നോട്ട് പോയാലും നിന്നെ കാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭക്തന്മാരുടെ മേൽ തന്റെ കണ്ണുണ്ടെന്ന്, ദൃഷ്ടിയുണ്ടെന്ന്. ദൈവത്തിന് കണ്ണുണ്ട്, അല്ലെങ്കിൽ കാലുണ്ട്, കൈയുണ്ട്, ഇങ്ങനെ തുടങ്ങിയ വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയും. എന്ന് പകൽ പറയും ദൈവത്തിന്റെ ദൃഷ്ടി തന്റെ ഭക്തന്റെ മേലുണ്ട്. എന്തിനു വേണ്ടിയാ? ഒന്ന്, അവനെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി. ജീവിതത്തിൽ പിശാച് പലതരത്തിലുള്ള മരണങ്ങൾ കൊണ്ടുവരുമ്പോ അവിടെ ദൈവത്തിന്റെ കരങ്ങൾ ചലിച്ച് ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ തന്നെ ജീവിക്കുമ്പോ നമ്മൾ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു റെഡ് സിഗ്നൽ കാണുമ്പോൾ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അടുത്തൊരു ഹല്ലേലൂയ ഒരു ഗ്രീൻ സിഗ്നൽ കാണുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ഹല്ലേലൂയ അസ്വസ്ഥത തോന്നി, അവന്റെ ഉറക്കം ചിലപ്പോൾ ഉറക്കമില്ല. ആൾക്കാരൊക്കെ വണ്ടി ഓടിക്കുന്നത് അല്ലെങ്കിൽ ഉറങ്ങിയ പകുതി ആൾക്കാർ ഓടിക്കുന്നത്. ആരുടെയെങ്കിലും അശ്രദ്ധ കൊണ്ട് നമ്മുടെ ജീവിതം തകർക്കുവാൻ പിശാചിന് ഹല്ലേലൂയ നൂറുകണക്കിന് ചാൻസ് ഈ രാജ്യത്തുള്ളപ്പോ നിന്നെ പ്രാണനിൽ നിന്ന് വിടുവിക്കുന്നത്, നിന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നത് ഹല്ലേലൂയ ആരാണെന്ന് അറിയാമോ? എന്റെ കർത്താവ് വിടുവിക്കുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്ത് താമസിക്കുമ്പോ നമ്മൾ തകർന്നു പോകാനല്ല, ഉടഞ്ഞു പോകാനല്ല. ഇന്ന് ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. രണ്ട്, എന്തിനാണ് ദൈവത്തിന്റെ ദൃഷ്ടിയുള്ളത്? ക്ഷാമത്തിൽ നിന്ന് വിടുവിക്കാൻ. ഹല്ലേലൂയ. ഈ രാജ്യത്ത് വന്നതിന് ശേഷം ഇവിടെ ക്ഷാമമൊന്നും കാണാനില്ല. 90% ആൾക്കാർക്ക് ഫുഡുണ്ട്. ലോകത്തില്ലാത്ത സകല തരത്തിലുള്ള ഫുഡ് ഹല്ലേലൂയ ഈ രാജ്യത്ത് എവിടെ ചെന്നാലും ഉണ്ട്. ഞാൻ കഴിച്ചിട്ടില്ലാത്ത ഫ്രൂട്ടും കനാൻ ദേശം പോലാണെന്ന് എനിക്ക് തോന്നുന്നു ആഹാരത്തിന്റെ കാര്യങ്ങളിലൊക്കെ. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നിനും കുറവില്ലാതിരിക്കുക. പിന്നെ എന്തിനാ ക്ഷാമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥതയ്ക്ക് ക്ഷാമോ, സമാധാനത്തിന് ക്ഷാമോ, ആഹാരത്തിന്റെ ക്ഷാമമല്ല, ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല ഞെരുക്കങ്ങളുടെ ക്ഷാമത്തെ മാറ്റാൻ ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ. അവന്റെ പേര് യേശു എന്നുള്ളത്. തന്റെ ഭക്തന്റെ മേൽ ദൈവത്തിന്റെ കണ്ണിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? അവനെ ക്ഷാമത്തിൽ നിന്ന് വിടുവിക്കുവാൻ. ഏത് ക്ഷാമമാ? സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത, എല്ലാം ഉണ്ട്. ഒരു സ്വസ്ഥതയില്ല. എന്റെ ദൈവം ഹല്ലേലൂയ തന്റെ ദൃഷ്ടി വെച്ച് അവനെ വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ്. ഇന്ന് പകലത്തെ ഒരു ദൂത് യേശുവിന്റെ കരങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുത്താൻ കഴിഞ്ഞാട്ട അവിടെ ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. വേദപുസ്തകത്തിലെ ചില ഭക്തന്മാരെ ഞാനൊന്ന് എടുത്ത് അവരുടെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി ഉണ്ടായിരുന്നു എന്നൊന്ന് പറഞ്ഞ് ഹല്ലേലൂയ ദൈവം വ്യക്തിപരമായി എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ഹല്ലേലൂയ ഏൽപ്പിച്ചു തന്ന് ഇന്ന് പകൽ ഇവിടെ ഇരിക്കുവാൻ താല്പര്യപ്പെടുക. എന്നെ പിൻപിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസൻ ഇതിന്റെ നടുവിലുണ്ട്. അദ്ദേഹത്തിലൂടെ നമ്മൾ ഇന്നലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദൂതുകൾ നമ്മൾ കേൾക്കുവാൻ ഇടയായി തീർന്നു. അത് നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാനിടയായി തീരും. അതുകൊണ്ട് ദൈവം ചില സമയങ്ങൾ തരുന്നത് ശ്രദ്ധയോടെ ഇരുന്നാട്ട് ദൈവം ഒരു അത്ഭുതം ഇന്ന് പകൽ ചെയ്യുവാൻ ഇടയാകും. ഒരു വ്യക്തിയിലേക്ക് പോവുകയാണ്. നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ കാണുന്ന ഒരു വ്യക്തി. അത് യബ്ബേസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. അവനും ഈ ലോകത്തിൽ ജീവിച്ച നിരാശകൾ കൊണ്ട് നിറഞ്ഞ, ഭാരങ്ങൾ കൊണ്ട് നിറഞ്ഞ, ദുഃഖങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിയാണ്. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നു. യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ അമ്മ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ ഒന്ന് വിസ്താരമാക്കി, നീ എന്റെ കരം എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥങ്ങൾ വ്യസന കാരണമാകാതിരിക്കാൻ പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ചതിന് ദൈവം മറുപടി നൽകി. അവിടെ ഇവിടെ ഒരു ബോർഡ് ഇരിപ്പുണ്ട്. ആ ബോർഡിൽ എന്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഈ ദിനവൃത്താന്ത വേദപുസ്തകം ആദ്യമായിട്ട് വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടാമത് വായിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ദിനവൃത്താന്ത പുസ്തകം 1 മുതൽ 10 വരെയുള്ള അധ്യായം ആരും വായിക്കാറില്ല. കാരണം ഇന്നാളെ ജനിപ്പിച്ചു ഒരു ബോറടിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ എല്ലാം കാണുന്നത്. 500-ലധികം പേരുകൾ ഈ 10 അധ്യായങ്ങളിൽ നമുക്ക് കാണുമ്പോൾ 44-ാമത്തെ പേരാൽ യബ്ബേസിന്റെ പേര് എഴുതിയിരിക്കുക. ഒരിക്കലും ഒരു ജീനിയോളജിയിൽ, ഒരു വംശാവലിയിൽ ഒരുവന്റെ ചരിത്രം എഴുതത്തില്ല. എന്നാൽ ഒരുവന്റെ ചരിത്രം, ഒരു തകർന്നു കിടന്നവന്റെ, ഉടഞ്ഞു കിടന്നവന്റെ ചരിത്രം 2 വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുക.
രണ്ടു വാക്യങ്ങൾ അവിടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയാണ്. അവൻ സഹോദരന്മാരെക്കാൾ 6 മാസം മാന്യനായിരുന്നു. അടുത്ത വാക്യം എഴുതുന്നു, യബ്ബേസ് അവനെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ യബ്ബേസ് എന്ന് പേരിട്ടു. അല്ലെങ്കിൽ പല ചരിത്രകാരന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെയാ പറയുന്നത്, ഇവിടെ പ്രസവ സമയത്ത് യബ്ബേസിന്റെ അമ്മയുടെ പ്രസവ സമയത്ത് ഭർത്താവ് മരിച്ചുപോയി, അതുകൊണ്ടാണ് അങ്ങനെ പേരിട്ടത്. ചിലർ പറയുന്നു ഹല്ലേലൂയ പ്രസവ സമയത്ത് വളരെ കോംപ്ലിക്കേഷൻ ഉണ്ടായി, അതുകൊണ്ടാണ് പേരിട്ടത്. അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. അവൻ ജനിച്ചപ്പോൾ വ്യസനപുത്രൻ എന്ന് പേരിട്ടു. ഹല്ലേലൂയ സ്തോത്രം. ചിലരൊക്കെ ജനിക്കുമ്പോ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, ഇവൻ ജനിച്ചതിന് ശേഷം കുടുംബത്തിന് ഒരു നന്മ ഉണ്ടായിട്ടില്ല. പക്ഷെ ചിലർ പറയാറുണ്ട് നന്മ ഉണ്ടായിട്ടുണ്ടെന്ന് പറയും. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഒരു ചെറുപ്പക്കാരനെ കൗൺസിൽ ചെയ്യുന്ന സമയത്ത് അവൻ പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ജനിച്ചപ്പോൾ തന്നെ എന്റെ പിതാവ് മരിച്ചുപോയി. നാട്ടുകാരും വീട്ടുകാരും അവന്റെ വളർച്ചയുടെ മുന്നോട്ടുള്ള യാത്രയിൽ പറഞ്ഞു, നീ കാരണം നിന്റെ അപ്പനെ പോലും കൊന്നു. നീ ഭൂമിയിലേക്ക് ജനിച്ചു വീണപ്പോൾ നിന്റെ തന്തയെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തി. അവനത് കേട്ട് വളർന്നു. അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുരുത്തക്കേടുകാരനായിരുന്നു. അല്ലെങ്കിൽ ടീച്ചർ അവനെ വഴക്ക് പറഞ്ഞിട്ട്, നിന്റെ അപ്പനെ നീ ജനിച്ചപ്പോ തന്നെ കൊന്നല്ലോ പറഞ്ഞ ആ ടീച്ചറിനിട്ട് അടി കൊടുത്തു. ജനിച്ചു വീണപ്പോൾ തന്നെ ഇവന്റെ പേര് വ്യസനപുത്രൻ. അവൻ കേട്ട് മടുത്തു. മടുത്തു. അവൻ LKG ഇന്നത്തെ ഭാഷ പറഞ്ഞ പ്രീകെയിലും എലിമെന്ററിയിലും ഒക്കെ പോയപ്പോ, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും ഒക്കെ പോയപ്പോ എല്ലാരും പറഞ്ഞു ഇവനൊരു വ്യസനപുത്രനാ. നമ്മെ നോക്കി പലപ്പോഴും പല കാര്യം ആ കുടുംബത്തിൽ ജനിച്ചതല്ലേ, ഈ കുടുംബത്തിൽ ജനിച്ചതല്ലേ, അവിടെ ശാപോ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ തളർന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ നടുവിൽ യബ്ബേസ് പറയാ, എന്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, നീ എന്നെ അനുഗ്രഹിച്ചേ ഒക്കത്തുള്ളൂ, എന്റെ അതിലൊന്ന് വിസ്താരമാക്കി ഒക്കത്തുള്ളൂ. പ്രാർത്ഥിച്ചു, നിന്റെ കൈ എന്റെ കൂടെ ഇരുന്നേ ഒക്കത്തുള്ളൂ. 4ാമത് അവൻ പ്രാർത്ഥിച്ചു, അനർത്ഥങ്ങൾ വ്യസന കാരണമാകരുത്. അവൻ പ്രാർത്ഥിച്ചതിന് ദൈവം മറുപടി കൊടുത്തു. യബ്ബേസിന്റെ പ്രാർത്ഥന 4 പ്രാർത്ഥനകളേ ഉള്ളൂ. അത് വ്യക്തിപരമായ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം വ്യക്തതയോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. ഒന്ന്, നീ എന്നെ അനുഗ്രഹിക്കണം. ഇന്ന് പകലും ഹല്ലേലൂയ സ്തോത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു വ്യക്തത ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഹല്ലേലൂയ നമുക്കൊരു ഇഷ്ടമില്ല, ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളൊരു കോമൺ പ്രാർത്ഥനയില്ല നടക്കുന്നത്. പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ യബ്ബേസ് പ്രാർത്ഥിക്കുന്നത് നീ എന്നെ അനുഗ്രഹിക്കണം. ഒരു കുഞ്ഞിന്റെ വിവാഹത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, BSc നേഴ്സ് വേണോ, അതോ അല്ലെങ്കിൽ MBA കാരൻ വേണോ, അതോ അല്ലെങ്കിൽ MBBS കാരൻ വേണോ, അതോ 158 നീളം വേണോ, അതോ 170 എന്നെ പോലെ 182 നീളം വേണോ, ഇതെല്ലാം വ്യക്തിപരമായി പറയണം, കർത്താവിനോട് പറയണം. നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഓട്ട പ്രാർത്ഥന. ഒരു കല്യാണം നടക്കണേ. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ സ്തോത്രം ഒരു ആൻറ്റിയുടെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ പോയി. ആൻറ്റി എന്നോട് 33 വയസ്സുള്ള, ഞാൻ വിശ്വാസത്തിന് വേണ്ടി പറയാണ്, ഹല്ലേലൂയ 33 വയസ്സുള്ള മകന് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിവാഹം നടക്കുന്നില്ല. ആൻറ്റി ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൻറ്റിയുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായി. അവർ പോയി ഹല്ലേലൂയ സ്തോത്രം ഒരു തുണിക്കടയിൽ പോയി ഒരു പെൺകുട്ടിയുടെ ചുരിദാർ വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്നു. ഹല്ലേലൂയ ഇത്രയും നീളം വേണം, ഇത്രയും സൈസ് വേണം, ഇത്രയും വണ്ണം വേണം, അലമാരിക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 6 മാസത്തിലുള്ള കല്യാണം നടന്നു. മകളുടെ ഫെയ്ത്ത് ഞാൻ പറഞ്ഞു, ഫെയ്ത്ത് നടന്നു. അവൾ പറഞ്ഞു, എൻ്റെ മോനൊരു വിവാഹം വേണം, ഇത്രയും സൈസുള്ള, ഇത്രയും വ്യക്തിത്വമുള്ള ഇന്ന ആളെ ഞങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ തരണം. നാളുകളായി പ്രാർത്ഥിച്ചു, നടന്നില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തതയോടെ പ്രാർത്ഥിക്കണം. ഒരു ദൈവ വൈതലിനെ വേണമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കണം. ഒരു സുവിശേഷകനെ വേണമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ കൃപയുള്ളവനെ വേണമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തതയോടെ പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ ഇവിടെ നിൽക്കുമ്പോ എനിക്കും അനേക പ്രാർത്ഥനകളുണ്ട്. ദൈവത്തോട് വ്യക്തതയോടെ ഞാൻ പലപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ 150, 200, 1000 എണ്ണത്തെ ഹല്ലേലൂയ വാർത്തെടുക്കാൻ, ലക്ഷങ്ങളെ എന്റെ കരങ്ങളിലൂടെ ഹല്ലേലൂയ സ്നാനപ്പെടുത്തി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കാൻ എന്റെ ഉള്ളിനകത്തെ ആഗ്രഹം. എന്റെ ദൈവം ചെറിയവനല്ല, എന്റെ ദൈവം വലിയവനാണ്. ഹല്ലേലൂയ അതിനനുസരിച്ച് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ദൈവത്തോട് ചോദിക്കണം. നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ദൈവം നമുക്ക് തരും. ഞാൻ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ചോദിക്കുമ്പോ ദൈവം നമുക്ക് ആഗ്രഹിക്കുന്ന എന്താണോ അതനുസരിച്ച് ദൈവം തരും. എനിക്ക് 150 വിശ്വാസികളെ കൊണ്ടുപോകാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ എനിക്ക് 1000 തന്നിട്ട് അവരെ എല്ലാം തല്ലി തകർന്നൊരു കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത് ആരുടെ സ്റ്റാൻഡേർഡിൽ വെച്ചാ? ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ, എന്റെ സ്റ്റാൻഡേർഡിലല്ല.
എന്നെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമുണ്ട്. അതിനനുസരിച്ച് എനിക്ക് ദൈവം ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് പകലൊരു കാര്യം പറയട്ടെ, ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ചോദിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിപ്പിൻ, ദൈവം തരും. നിങ്ങൾ ഹല്ലേലൂയ മുട്ട ചോദിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം, അപ്പം ചോദിച്ചാൽ ദൈവം ഹല്ലേലൂയ സ്തോത്രം. തൻ്റെ അപ്പന്മാര് ഹല്ലേലൂയ വേറെ ഒന്നും അല്ല കൊടുക്കുന്നത്, അത് നല്ല ബെസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു ഒരു പദം വളരെ പ്രധാന, നിർദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം. ഹല്ലേലൂയ. ലോകത്തിന്റെ അപ്പന്റെ സ്റ്റാൻഡേർഡ് ഒരു മകന് ഒരു മകൾക്ക് നല്ലത് കൊടുക്കാനുള്ള, അങ്ങനെ സ്വർഗത്തിലെ അപ്പന്റെ സ്റ്റാൻഡേർഡ് എത്രയധികമാണ്. എത്ര ഹല്ലേലൂയ. നമ്മളും ലോകത്തിലെ മനുഷ്യൻ എത്ര തെറ്റിപ്പോയവനായിരുന്നാലും, എത്ര നഷ്ടപ്പെട്ടു പോയവനായിരുന്നാലും, എത്ര കുറ്റക്കാരനായാലും അവന് വേണ്ടി ബെസ്റ്റ് ചെയ്യുന്ന ഒരു അപ്പനും അമ്മയുണ്ട്. അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം അതിനേക്കാൾ ബെസ്റ്റ് ചെയ്യുന്നവനാ. തന്റെ മക്കൾക്ക് വേണ്ടി നല്ല ബെസ്റ്റ് ചെയ്യുന്ന ദൈവം. കാരണം വചനം പറയുന്നു, നിർദോഷികളായ അപ്പന്മാരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം. നമ്മുടെ അപ്പനെ ഒന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ദൈവം ആരാണ് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. പിതാവിനോട് ചോദിക്കുമ്പോ വ്യക്തതയോടെ ചോദിക്കണം. യഹോവേ പ്രാർത്ഥിച്ചു, നീ എന്നെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം അനുഗ്രഹിക്കാൻ സർവശക്തനാണ്. ദൈവം എല്ലാ മണ്ഡലങ്ങളിലും അനുഗ്രഹിക്കാൻ സർവശക്തനാണ്. 1 പത്രോസ് ഹല്ലേലൂയ 3:9 പറയുമ്പോ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാണ് വ്യക്തതയോടെ എഴുതിയിട്ടുണ്ട്. വായിച്ചാട്ട് 1 പത്രോസ് 3:9 ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ 1 Peter chapter 3 verse 9 വായിച്ചാട്ടെ. 1 പത്രോസ് 3:9 ഒന്ന് വായിക്കുക. ദോഷത്തിന് ദോഷവും സകാരത്തിന് സകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കാനാണ്. അപ്പോൾ തന്നെ നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാ വേണ്ടിയാണ്? മറ്റുള്ളവരെ അനുഗ്രഹിക്കപ്പെടുവാനാണ്. ഹല്ലേലൂയ. നമുക്ക് ആരോഗ്യം തന്ന് ബലം തന്ന് ദൈവം ഹല്ലേലൂയ ജോലി തരുമ്പോ, സമ്പത്ത് ദൈവം തരുമ്പോ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയല്ല, മറ്റുള്ളവരെ കൂടെ അനുഗ്രഹിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനാ ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പോ അനുഗ്രഹം എന്ന പദം, ഹല്ലേലൂയ സ്തോത്രം, ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ സർവശക്തനാണ്. അനുഗ്രഹം ബ്ലസ് ചെയ്യുവാൻ അനുഗ്രഹമാണ്. ഒരു അനുഗ്രഹം വരുമ്പോ എല്ലാ മണ്ഡലങ്ങളിലും വെളിപ്പെടുന്നത്. ആത്മീയ മണ്ഡലങ്ങളിലും ഭൗതിക മണ്ഡലങ്ങളിലും ശാരീരിക മണ്ഡലങ്ങളിലും വെളിപ്പെട്ടു വരും. ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമ്പോ അത് നമ്മൾ അനുഭവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനല്ല, മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കാനുണ്ടാവും. ദൈവം വിളിച്ചിരിക്കുന്നത് നീ എന്നെ അനുഗ്രഹിക്കാനാണ്. നീ എന്നെ അനുഗ്രഹിക്കണം. 2 അവൻ പ്രാർത്ഥിച്ചു, ഹല്ലേലൂയ എന്റെ ടെറിട്ടറി ഒന്ന് മാറ്റി കുറിക്കണം. നമ്മൾ ഈ വീട്ടിൽ കിടക്കാനുള്ളവരല്ല, ഈ നോർത്ത് ഷോറിൽ മാത്രം ഉള്ളവരല്ല. ഈ ഹൂസ്റ്റൺ പട്ടണം, അല്ലെങ്കിൽ ടെക്സസ്, അല്ലെങ്കിൽ ഈ 50 സ്റ്റേറ്റുകളിൽ നമ്മൾ നടക്കാൻ തുടങ്ങണം. അടകൽ കൗഡ, അതാ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ഞാൻ കേരളത്തിൽ തിരുവല്ലായി കിടന്നത് ആദ്യമായിട്ടാണ് ഈ രാജ്യത്ത് വരുന്നത്. ഹല്ലേലൂയ. വിദേശത്ത് തന്നെ ആദ്യമായിട്ട്, ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ കയറുന്നത് തന്നെ ആദ്യമായിട്ടാണ് കയറുന്നത്. ഹല്ലേലൂയ. അനേക ദൈവദാസന്മാർ പറഞ്ഞു, നിന്നെ രാജ്യങ്ങൾക്ക് അയക്കാൻ പോകുക. ഹല്ലേലൂയ സ്തോത്രം. റെയ്നാഡ് ബോംഗെ, ഹല്ലേലൂയ സ്തോത്രം. റോജർ കോസ്മ ഒരിക്കൽ ഹല്ലേലൂയ തിരുവല്ലായി വന്ന സമയത്ത് പവർ കോൺഫറൻസ് നടക്കുന്ന സമയത്ത് നടുക്കുന്ന് വിളിച്ചിട്ട് സ്റ്റേജിലേക്ക് കയറ്റിയിട്ട് പറഞ്ഞു, നിന്നെ രാജ്യങ്ങളുടെ അപ്പോസ്തലനാക്കാൻ പോവാ. ശുശ്രൂഷകൾ കുറെ നാൾ കണ്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവം എന്നെ അയക്കും, ദൈവം എന്നെ പ്രവർത്തിക്കും, ദൈവം എന്നെ ഉപയോഗിക്കും. പക്ഷെ ഇന്ന് പകൽ തിരിച്ചറിയുക, എന്റെ ദൈവം പറഞ്ഞ വിശ്വസ്തനാണ്. നമ്മുടെ ചെറുത്തലുകളെ മാറ്റുവാൻ സർവശക്തനാണ്. വിശാലമാക്കുവാൻ ദൈവം സർവശക്തനാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. ദൈവത്തോട് പറയണം, ഞങ്ങളുടെ ടെറിട്ടറി മാറണമേ, അതിരുകളൊന്ന് വിസ്താരമാകണമേ. തിരുവല്ലയല്ല, പത്തനംതിട്ട ജില്ലയല്ല, ആലപ്പുഴ ജില്ലയല്ല, കേരളം ഒട്ടുക്ക്, ഇന്ത്യ ഒട്ടുക്ക്, ലോകം രാഷ്ട്രങ്ങൾ ഒട്ടുക്ക് ഹല്ലേലൂയ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കട്ടെ. ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടട്ടെ. നമ്മൾ ഇവിടെ കടന്ന് കറങ്ങാനുള്ളവരല്ല. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിച്ച സർവശക്തനാ. ദൈവത്തോട് പ്രാർത്ഥിച്ചു. മൂന്നാമതായി പ്രാർത്ഥിച്ചത്, നിന്റെ കൈ എന്റെ കൂടെ ഇരിക്കണം. നിന്റെ കൈ എന്റെ കൂടെ ഇരിക്കണം. നമ്മൾ പലപ്പോഴും കർത്താവിന്റെ കയ്യെ പിടിക്കുന്നുണ്ടാ പ്രശ്നം. കർത്താവ് നമ്മുടെ കയ്യെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വിടത്തില്ല. നമ്മൾ കയറി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബന്ധം വരുമ്പോൾ വിടും. നമ്മൾ കയ്യെ കയറി പിടിച്ച, കർത്താവിന്റെ കൈ പിടിച്ച എന്തെങ്കിലും പ്രശ്നം വരുന്നോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും തൂത് കേൾക്കുമ്പോഴൊക്കെ നമ്മൾ കയറി കയ്യെ പിടിക്കും. പക്ഷെ പ്രശ്നം വരുമ്പോൾ കയ്യിൽ നിന്ന് വിടും. പ്രതികൂലങ്ങൾ വരുമ്പോൾ, ഹല്ലേലൂയ ആധിക്യങ്ങൾ വരുമ്പോൾ നമ്മൾ കൈവിടാൻ സാധ്യതയുണ്ട്. എന്നാൽ കർത്താവാണെങ്കിൽ ഒരിക്കലും കൈവിടത്തില്ല. അവൻ പിടിച്ചതാ.
അവന്റെ കൈ നമ്മോട് കൂടിയിരിക്കണം. നാലാമത്തെ എന്റെ പ്രാർത്ഥന, അനർത്ഥങ്ങൾ വ്യസന. പല അനർത്ഥം വിതയ്ക്കുവാൻ ഇന്ന് ലോകത്തിൽ അനേക ക്യാൻസർ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എവിടെ നോക്കിയാലും ക്യാൻസറിന്റെ ദുരാത്മാവ് ശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തിലോ എൻ്റെ തലമുറകളിലോ ആ രോഗത്തിന് അധികാരമില്ല, ഡയബറ്റീസിന് അധികാരമില്ല. രോഗങ്ങൾക്കെതിരെ പ്രതികരിക്കുവാൻ, അതിനെ ശാസിക്കാൻ, അനർത്ഥങ്ങൾ എൻ്റെ ഭവനത്തിൽ കൊണ്ടുവരരുത്, എൻ്റെ സഭയ്ക്കകത്ത് കൊണ്ടുവരരുത് എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ആത്മീയ അധികാരം നമുക്കുണ്ട്. വചനം പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാൻ അധികാരം തന്നിരിക്കുന്നു. അവയൊന്നും നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ലെന്ന ദോഷം വരുത്തത്തില്ല. വിശ്വസിക്കുന്നു. ഈ മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി ഉണ്ടായിരുന്നു. ഇവൻ തകർമാനായിരുന്നു. ഇവൻ സഹോദരന്മാരെക്കാൾ മാന്യനാകാൻ കാരണം അവന്റെ ഉള്ളിനകത്ത് വിശ്വാസം ദൈവം കേട്ടു. തന്റെ ഭക്തനെ കൈവിടാത്ത ദൈവമാണ്. നമ്മുടെ കുടുംബത്തിൽ അറിയോ, ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലെ ജനിച്ചു വളർന്നത് നമ്മൾ പറയും. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലാണ് ഞാൻ. എന്നാൽ വെള്ളം അടിച്ച് കിടക്കുന്ന ഒരു ഹല്ലേലൂയ ഒരാള് നമ്മുടെ വീട്ടിലുണ്ടെന്ന് വിചാരിക്കട്ടെ, അവൻ എപ്പോഴും ഓടയിലാണ് കിടക്കുന്നത്. അവന്റെ അനിയനോ ചേട്ടനോ നമ്മൾ പറയും. യാബേസിനെ സംബന്ധിച്ച് ആദ്യം അവന്റെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പൊ അവന്റെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ദൈവാത്മാവ് ഇന്ന് പറയുന്ന തകർന്നു കിടക്കുന്ന, ഉടഞ്ഞു കിടക്കുന്ന നിന്റെ പേര് തന്നെ ദൈവം മാറ്റാൻ പോവാ. ദൈവാത്മാ പറയും, നിന്റെ ടൈറ്റിൽ നിന്ന് മാറ്റാൻ പോവാ. നിന്റെ കുടുംബത്തിന്റെ ടൈറ്റിൽ, പരിശുദ്ധ പറയും, നിന്റെ കുടുംബത്തെ ഇങ്ങനെ എഴുതി കൂട്ടിയ ചില ടൈറ്റുകളെ ദൈവം മാറ്റി മറിച്ച് ദൈവത്തിന്റെ പദ്ധതികൾ നിന്റെ കുടുംബത്തിനകത്ത് ഒരുക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിനോട് ദൂത് വിളിച്ചു പറയാൻ ആവശ്യപ്പെടുന്നു. നിന്റെ ടൈറ്റിലുകളെ തന്നെ മാറ്റുന്ന, നിന്റെ ഹെഡിങ് തന്നെ മാറ്റുന്ന, നിന്റെ കുടുംബത്തെ ഇങ്ങനെ മുദ്ര എഴുതി ആ കുടുംബം ഇങ്ങനെയാണ്. പലരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന്ന് വിളിച്ചു പറയുന്നു, നീ വിളിച്ചു പറ, എന്റെ ഞാൻ മാറുകയാണ്, എന്റെ ദൈവം മാറ്റാൻ ശക്തനാണ്. നിന്റെ അവസ്ഥ, നിന്റെ ടൈറ്റിൽ തന്നെ മാറ്റാൻ പോകുക. നിന്റെ പേരിൽ നിന്റെ കുടുംബങ്ങൾ അറിയപ്പെടാൻ പോകുക. അധികാരമുള്ള യേശുവിന്റെ മാറ്റിക്കുറിക്കുന്ന വ്യത്യസ്തപ്പെടുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇതുവരെ അഴിഞ്ഞു മാറുക. ഇതുവരെ ദൈവശക്തി യാചിക്കുന്ന ദൈവത്തിന്റെ ദൃഷ്ടി ഉണ്ടായിരുന്ന വേറൊരു വ്യക്തിയെ കൂടെ എടുക്കാൻ പോവാണ്. രണ്ട് വ്യക്തികളോട് എടുക്കാൻ പോവാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം അതിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം അതിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? ശബ്ദം ഉയർത്തി ഒന്ന് വായിച്ചാട്ടെ. കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു. റാഹേലോ മച്ചിയായിരുന്നു. ലേയ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. യഹോവ എന്റെ സങ്കടം കണ്ടു. ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞു. അവൾ അവന് രൂപൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അനിഷ്ടയെന്ന് യഹോവ കേട്ടതുകൊണ്ട് ഇവനെ എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവന് ശിമെയോൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഈ സമയം എന്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും. ഞാൻ അവന് 3 പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൾ അവനെ ലേവി എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവൾ അവനെ യഹൂദ എന്ന് പേരിട്ടു. പിന്നെ അവൾക്ക് പ്രസവം നിന്നു. അങ്ങനെ നമ്മൾക്ക് ലേയ അനിഷ്ട എന്ന് കണ്ടിട്ട് അവളുടെ ഗർഭത്തെ എന്ത് തുറന്നു? ആരാ തുറന്നെന്നാ എഴുതിയിരിക്കുന്നത്? ദൈവം തുറന്നു.
ദൈവത്തിന്റെ ദൃഷ്ടി തന്റെ ഭക്തന്റെ നമുക്കറിയാം, യാക്കോബിന് ഇഷ്ടമില്ലാതെ താല്പര്യമില്ലാതെ ഭാര്യയായി ലഭിക്കപ്പെട്ടവളാണ് ലേയ എന്ന് പറയുന്നത്. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, ലേയ അനിഷ്ടയാണ് യാക്കോബിന്റെ മുൻപിലെങ്കിലും, അവൾക്ക് സൗന്ദര്യങ്ങളൊന്നും പറയത്തക്ക ഇല്ലെങ്കിലും നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവ്, നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. അവരെന്ത് ചെയ്തെന്നറിയാമോ? ലേയുടെ ഗർഭത്തെ എന്ത് ചെയ്തെന്നാ പറഞ്ഞിരിക്കുന്നത്? തുറന്നു. ഒന്നാമതൊരു കുഞ്ഞ് ജനിച്ചു, അവന്റെ പേര് രൂബേൻ. രൂബേൻ ജനിച്ചപ്പോ അവൾ പറഞ്ഞു, ഇനിയെങ്കിലും എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും. അവളുടെ ഹല്ലേലൂയ ഉള്ളിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഭർത്താവിനെ സ്നേഹിക്കും. ഭർത്താവിൽ നിന്ന് വളരെ റിജക്ഷൻ അനുഭവിച്ചവളാണ് ലേയ എന്ന് പറയുന്ന സ്ത്രീ. ഹല്ലേലൂയ. അവൾ ഹല്ലേലൂയ അവർ ഹൃദയത്തിൽ വളരെ പെയിൻ ആയിരുന്നു. അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇനിയെങ്കിലും എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും. കിട്ടിയില്ല. രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചു, എന്നിട്ടും പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം, അപ്പോൾ പറഞ്ഞു ഇനിയെങ്കിലും എന്റെ ഭർത്താവിനെ സ്നേഹിക്കും. മൂന്നാമതൊരു കുഞ്ഞ് ജനിച്ചു, അപ്പോഴും പറഞ്ഞു ഇനിയെങ്കിലും എന്റെ ഭർത്താവിനെ സ്നേഹിക്കും. മൂന്ന് ഹല്ലേലൂയ സ്തോത്രം. പ്രഗ്നൻസി കഴിഞ്ഞു, ഹല്ലേലൂയ ഡെലിവറി കഴിഞ്ഞു, അപ്പോഴും അവൾ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ഭർത്താവ് എന്നൊരു നീതിയാ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നേ. ഹല്ലേലൂയ. മനുഷ്യൻ ഇന്ന് നീ പ്രതീക്ഷിക്കുന്ന ഒന്നും കിട്ടത്തില്ല. ഇന്ന് പകൽക്കാലം ഒരു കാര്യം പറയട്ടെ, മനുഷ്യൻ ഇന്ന് പ്രതീക്ഷിക്കാതെ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ചാട്ടെ. നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നതാ പല പ്രശ്നങ്ങൾക്കും കാരണം. കുടുംബങ്ങളെ കൗൺസിൽ ചെയ്യുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, കുടുംബ ബന്ധങ്ങൾ തകരപ്പെടാൻ ഒരു കാരണം അമിത പ്രതീക്ഷയാണ്. ഭാര്യ ഭർത്താവിൽ നിന്ന് അമിത പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഭർത്താവ് എപ്പോഴും കൂടെ ഇരുന്ന്, ഹല്ലേലൂയ ഭാര്യമാരോട് എപ്പോഴും കൂടെ ഇരുന്ന് അവരൊരു വാക്ക് പറയാൻ പാടില്ല, കുറ്റപ്പെടുത്താൻ പാടില്ല. ഹല്ലേലൂയ സ്തോത്രം. ചമ്മന്തിക്ക് ഉപ്പില്ലേ നല്ലതാ കുട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്, നല്ല സ്നേഹം. ഭർത്താവ് അതുപോലെ ഒരു തെറ്റ് കാണിച്ചാൽ ഭാര്യ അത് തിരുത്താൻ ചെന്ന ഭർത്താവിന് ഇഷ്ടമല്ല. അമിത പ്രതീക്ഷകൾ രണ്ടുപേരും പുലർത്തുന്നത് കൊണ്ടാണ് ഇന്ന് കുടുംബ ബന്ധങ്ങൾ ഉലഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, മനുഷ്യനെ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ലഭിക്കുന്നതിന് പരിമിതിയുണ്ട്. മനുഷ്യനാണ്. എന്നാൽ ദൈവത്തിലാണ് നമ്മുടെ ആശ്രയമെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഹല്ലേലൂയ, ഞാനും എന്റെ വൈഫും, എനിക്ക് 35 വയസ്സുണ്ട്, അവൾക്ക് 30 വയസ്സുണ്ട്. ഹല്ലേലൂയ. രണ്ടുപേരും രണ്ട് സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്നവരാ, രണ്ട് ആറ്റിറ്റ്യൂഡിൽ വളരുന്നവരാ. രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കാതെ ഒരു കുടുംബ ജീവിതം നന്നായി പോകില്ല. ഇന്ന് പകൽ ഒരു ദൂത് പറയട്ടെ, നമ്മൾ പലപ്പോഴും ഭാര്യയിൽ നിന്ന് അയ്യോ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, ഭർത്താവിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവരൊക്കെ എല്ലാവരും പച്ചയായ മനുഷ്യരെ, നോട്ട് ഏഞ്ചൽസ്. ഏഞ്ചൽസ് അല്ല, ആരും ദൂതന്മാരല്ല. അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായെങ്കിൽ ദൈവപ്രവൃത്തികൾ ദിവസങ്ങൾ വെളിപ്പെടുത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്ന സമയത്ത് ഒരു ഡൈവോഴ്സിന്റെ കേസ് കേൾക്കുവാനിടയായി. ഹല്ലേലൂയ. ദുബായിൽ വെച്ച് ഒരു കടയിൽ വെച്ച് ഭാര്യ എന്തോ പറഞ്ഞപ്പോൾ ഭർത്താവ് ഒന്ന് ഞോണ്ടി, അതാ ഡൈവോഴ്സ്. ഭർത്താവ് ഒന്ന് ഞോണ്ടി, അവൾ എന്തോ ഒരു വിവരക്കേട് പറഞ്ഞു, ഞോണ്ടിയ, ഇതാണ് ഡൈവോഴ്സ്. വീട്ടിൽ ചെന്നു, ഗംഭീര അടി നടന്നു, പ്രശ്നമുണ്ടായി, ഏറ്റവും അവസാനം ഡൈവോഴ്സിലെത്തി. ദൈവമക്കളെ, പല അമിത പ്രതീക്ഷകളും നമ്മുടെ ജീവിതത്തിൽ തകർച്ചയിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. ഇന്ന് പകൽ നമുക്ക് നീതി ലഭിക്കുന്നിടത്ത്, നീതി ലഭിക്കണമെങ്കിൽ ദൈവത്തെ പ്രത്യാശ വെച്ചേ ഒക്കത്തുള്ളൂ. 3 പ്രസവം കഴിഞ്ഞപ്പോഴും 3 ഡെലിവറി കഴിഞ്ഞപ്പോഴും അവൾ പറഞ്ഞു ഇനിയെങ്കിലും എന്റെ ഭർത്താവ് പ്രതീക്ഷിക്കും, ഭർത്താവിനെ സ്നേഹിക്കും. എന്നാൽ 3 പ്രസവത്തിന് സെൽഫൊന്നും നടന്നില്ല. 4മതൊരു കുഞ്ഞ് ജനിച്ചു, അവന്റെ പേര് യഹൂദ. അവിടെ വാക്ക് മാറ്റി. ഹല്ലേലൂയ. ഇനി ഞാൻ അവനെ സ്തുതിക്കും. ഭർത്താവ് എന്നെ സ്നേഹിച്ചില്ലേലും കർത്താവിനെ സ്നേഹിക്കും. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയി. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് കുറെയൊക്കെ ചേഞ്ച് ആയപ്പോ അതെല്ലാം വിടുതലാണ്. പല മണ്ഡലങ്ങളിൽ നമ്മൾ വിടുവിക്കപ്പെടാത്തത് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവങ്ങൾ ചേഞ്ച് ആവുന്നില്ല. നമ്മുടെ മനോഭാവങ്ങൾ ചേഞ്ച് ആയാൽ പല മണ്ഡലങ്ങളിലും ഈ ലോകത്ത് ജയിക്കാൻ കഴിയും. ജയിക്കാൻ കഴിയും. ലേയ തകർക്കപ്പെട്ടവളാണ്. ലേയ ഒറ്റപ്പെട്ടവളാണ്. ഒത്തിരി റിജക്ഷൻ അനുഭവിച്ചവളാണ്. പക്ഷേ അവിടെ ദൈവം അടക്കുന്നത്, അവിടെ ഉദരത്തെ ദൈവം കണ്ടിട്ടെന്നായിരിക്കുന്നു. അങ്ങനെ ഇതിൽ 10 കരയുന്ന വേദനിക്കപ്പെടുന്ന മക്കളുടെ ദൈവത്തിന്റെ
ദൃഷ്ടിയുണ്ട്. ഹല്ലേലൂയ. പകൽ ഹല്ലേലൂയ സ്തോത്രം ഇവിടെ ഇരിക്കുമ്പോ ദൈവത്തിന്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് അവിടെ വന്നിരിക്കുന്നത്. എത്രയോ മിടുക്കന്മാരും മിടുക്കിമാരും ഇവിടെ ഉണ്ട്. നമ്മളെക്കാട്ടി ശ്രേഷ്ഠതയുള്ളവർ, നമ്മളെക്കാൾ ഉന്നതന്മാരായ മിടുക്കന്മാരും മിടുക്കിമാരും അല്ലെങ്കിൽ പണം കൊണ്ടും അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ടും കഴിവ് കൊണ്ടും പലരും മിടുക്കന്മാരാണ്. അല്ല, പക്ഷെ ഒരു കാര്യം, ആ മിടുക്കന്മാരെ നോക്കാനല്ല ദൈവം വന്നേക്കുന്നത്. ഹല്ലേലൂയ, തന്നെ വിശ്വസിക്കുന്ന, തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, തന്നെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, നിനക്കെ ചെയ്യാനെന്ന് കഴിയുമെന്ന് പറയുന്ന ആ ഒരു അടുവിലാണ് ദൈവം അത്ഭുതം ചെയ്യാൻ പോകുന്നത്. ദൈവത്തിന്റെ ദൃഷ്ടി തന്റെ ഭക്തന്റെ മേലുണ്ട്. അതുകൊണ്ട് അവൾ പിന്നീട് ആശ്വസിക്കപ്പെട്ടു. പിന്നീട് അവൾ ഒരിക്കലും ദുഃഖിക്കല്ല. അതുകൊണ്ട് യഹൂദ ജനിക്കപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. യഹൂദ നമ്മുടെ ജീവിതത്തിൽ ജനിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ മാറണം. ഹല്ലേലൂയ, യഹൂദ ജനിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാ യഹൂദയോട് ദൈവം പറഞ്ഞത്, നീ ആദ്യം പോടാ, നിന്റെ കയ്യിലാണ് ദേശം ഇരിക്കുന്നത്. പരാതി പറഞ്ഞ് നിരാശ പറഞ്ഞ് അല്ലെങ്കിൽ മനുഷ്യനെന്ത് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവന് ഒരു നീതിയും കിട്ടത്തില്ല, അവനൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തെ സ്തുതിക്കുന്നവന്, എല്ലാത്തിന്റെ നടുവിൽ സ്തോത്രം ചെയ്യുന്നവന്, എല്ലായ്പ്പോഴും എല്ലാത്തിനു വേണ്ടി സ്തോത്രം ചെയ്യാൻ കർത്താവ് പറഞ്ഞേക്കുന്നത്, അവനാണ് ദൈവം അത്ഭുതം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്തുതിക്കുന്ന സഭയെ തകർക്കാൻ ആർക്കും ഒക്കത്തില്ല, ആരാധിക്കുന്ന സഭയെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല, ആരാധിക്കുന്ന വ്യക്തി ആർക്കും തകർക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ സ്തോത്രത്തിന് വിലയുണ്ട്, നമ്മുടെ അന്യഭാഷയ്ക്ക് വിലയുണ്ട്. പൈശാചിക മണ്ഡലങ്ങൾ നമ്മളിവിടെ നിന്ന് കൈവിട്ടുമ്പോ, നമ്മളിവിടെ നിന്ന് പാട്ട് പാടുമ്പോ, നമ്മളിവിടെ നിന്ന് ആരാധിക്കുമ്പോ പൈശാചിക മണ്ഡലങ്ങൾ തകരുക. വെറുതെ അല്ല കൈവിട്ടുന്നത്, വെറുതെ അല്ല കൈവിട്ടുന്നത്. സഭയിലൊക്കെ ആദ്യമായിട്ട് വരുന്നവരാണ് ഞങ്ങളുടെ സഭയിലധികം. ആദ്യം വന്ന് കുറച്ച് ദിവസം വരും, ചിലപ്പോൾ സൗഖ്യത്തിനോ വിടുതലായിരിക്കും. ആദ്യം നോക്കുമ്പോൾ അടുത്തിരിക്കുന്നവർ കൈകൊട്ടുന്ന ഇങ്ങനെ നോക്കിയൊക്കെ പോകും. അടുത്ത ആഴ്ച ചെറുതായിട്ട് കൈകൊട്ടാൻ തുടങ്ങും, അടുത്ത കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ കൈകൊട്ടാൻ കഴിയും. ഒരു 4-5 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നല്ലൊരു കൈകൊട്ടാൻ തുടങ്ങും. അവരോട് ചോദിച്ചാൽ എന്തിനാ കൈകൊട്ടുന്നത്? 10 കൈകളുള്ള താളം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണെന്ന് ചിലപ്പോൾ അവർ പറഞ്ഞേക്കാം. ഹല്ലേലൂയ സ്തോത്രം. അനാത്മീയനോട് ചോദിച്ചാൽ പറയും, ഹല്ലേലൂയ അവർ ഇളക്കപ്പരിപ്പത്തിന് വേണ്ടിയാണ്, ഇളക്കപ്പരിപ്പം, ഹല്ലേലൂയ സ്തോത്രം, അതിന് വേണ്ടിയാണ് കൈകൊട്ടുന്നതെന്ന് പറയും. പക്ഷെ അതിനൊന്നുമല്ല കൈകൊട്ടുന്നത്. യഹസ്കേൽ പ്രവചനം വായിച്ചാട്ടെ, 20-ാം അധ്യായം ഒന്ന് വായിക്കാമോ? യഹസ്കേൽ പ്രവചനം ഞാൻ തൊട്ട് പറഞ്ഞിട്ട് പോകാം. ഹല്ലേലൂയ. യഹസ്കേലിന്റെ പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ 21-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട്. യഹസ്കേൽ ഹല്ലേലൂയ 21-ന്റെ-14. ഹല്ലേലൂയ വായിച്ചേ. നീയോ മനുഷ്യപുത്ര, പ്രവചിച്ച് കൈകൊട്ടുക, വാൾ നിഹതന്മാരുടെ വാൾ തന്നെ മുമ്മടങ്ങായി ഭവിക്കട്ടെ. നിഹതന്റെ വലിയ വാൾ അവരെ ചുറ്റും. നീയോ മനുഷ്യപുത്ര, പ്രവചിച്ച് കൈകൊട്ടുക. പ്രവചിച്ച് കൈകൊട്ടുക എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂലകൃതിയിൽ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്ന ആത്മാവിൽ കൈകൊട്ടുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? നിഹിതന്മാരുടെ, നമ്മെ തകർക്കുവാൻ വരുന്നവന്റെ വാളും 3 മടങ്ങായി തിരിച്ചു പോകണം. ചുമ്മാ നല്ല കൈകൊട്ടുന്നത്, ചുമ്മാ നല്ല കൈകൊട്ടുന്നത്. ദൈവത്തിന് ചുമ്മാ നല്ല കൈ കഴിക്കുന്നത് 10 കൈകളിൽ അങ്ങോട്ടല്ല. നിന്റെ ഹല്ലേലൂയ, നിനക്കെതിരെ വരുന്ന ശത്രു ഉണ്ടല്ലോ, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, നിന്റെ ജീവിതത്തെ തകർക്കുവാൻ, നിന്റെ ആത്മീയ മണ്ഡലങ്ങളെ തകർക്കുവാൻ, നിന്റെ സ്വസ്ഥതയെ തകർക്കുവാൻ ശത്രു എഴുന്നേൽക്കുമ്പോ നീ കരമടിച്ച് ആത്മാവിൽ കൈവെട്ടുമ്പോ നിനക്കെതിരെ വരുന്ന മടങ്ങി പോകുവാനിടയായി. ആരാധിക്കുന്ന സഭയെ, ആരാധിക്കുന്ന ദൈവമക്കളെ തകർക്കാൻ നിന്നെ കഴിയത്തില്ല. നീ കൈകൊട്ടുമ്പോ 10 മടങ്ങ് പോവാം. ആ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞാനും കൈകൊട്ടി. ആരും കൈകൊട്ടി? വായിച്ചു കേട്ടോ. അപ്പൊ ആരും കൈകൊട്ടി? അപ്പൊ യഹോവ അരുളി ചെയ്തിരിക്കുന്നു, ദൈവം കൈകൊട്ടിയെന്ന്. ആര് കൈകൊട്ടി? അപ്പൊ ദൈവത്തിന് കൈകൊട്ടാമെങ്കിൽ നമുക്കൊന്നെയാണ് അതിൽ വിളിച്ചിരിക്കുന്നത്. ദൈവം ദൈവത്തിന് കൈകൊട്ടാൻ കഴിയുമെങ്കിൽ നമ്മൾ പറയുന്നത് എന്തിനാണ് കൈകൊട്ടുന്നത്? നമ്മൾ കൈകൊട്ടേണ്ട ഒരു കാര്യമില്ല, ചുമ്മാ ഇളക്കപ്പരിപ്പോ നമ്മൾ ഇതൊക്കെ ചൊല്ലിയാ മതി എന്നാ പറയുന്നത്. ചൊല്ലോ ചെയ്ത്തുകളോ ഒന്നും അല്ല പ്രാധാന്യം. നീ ആത്മാവിൽ ചിലത് ചെയ്യുമ്പോഴാ ദൈവം, ആത്മാവിൽ ചിലത് നടക്കുമ്പോഴാ ദൈവകരം ചലിക്കുന്നത്. അതുകൊണ്ടാ ദൈവസഭയെ നമ്മൾ വേറിട്ട് ഈ കുടുംബത്തിനകത്ത് ആത്മാവിൽ കൈയടിച്ച് വാഴുമ്പോ, ആത്മാവിൽ നിറഞ്ഞ് വാഴുമ്പോ എന്താ സംഭവിക്കുന്നത്? ശത്രുവിന്റെ കണ്ണുകൾ അഴിയുക, ശത്രുവിന്റെ ശക്തികൾ അഴിഞ്ഞു മാറുക. ഇന്ന് മകനിന്റെ നടുവിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ തലമുറയെ തകർത്തുകൊണ്ടിരിക്കുന്ന, നിന്റെ ഭർത്താവിനെ തകർത്തുകൊണ്ടിരിക്കുന്ന, നിന്റെ ബുദ്ധികളെ തകർത്തുകൊണ്ടിരിക്കുന്ന ശത്രുവിന്റെ ശക്തികളെ നീ ആത്മാവിൽ ശക്തി
ദൈവത്തെ ഭയപ്പെടുന്നവന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. ഒന്ന് ആവർത്തിച്ച് പറഞ്ഞോട്ടെ, ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട് ഞങ്ങളുടെ മേൽ. എല്ലാവരും പറഞ്ഞോട്ടെ, ദൃഷ്ടിയുണ്ട് ഞങ്ങളുടെ മേൽ. തകരത്തില്ല, തകരത്തില്ലെന്ന് പറ. ശത്രുവിനെ തൊടാൻ കഴിയത്തില്ല. ഒരു കാര്യം കൂടെ ഒരാടെ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമ്മൾ പോകാമ്പോൾ 3-ാം അധ്യായം. ഹല്ലേലൂയ. ആക്ട്സ് ചാപ്റ്റർ 3. അവിടെ ആയിരിക്കുന്ന വ്യക്തിയെ നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു മുടന്തനായ, ജന്മനാ മുടന്തനായ വ്യക്തി. ഹല്ലേലൂയ, സ്തോത്രം. ജന്മനാ മുടന്തൻ. 4-ാമത് 22-ാം വാക്യം വായിക്കേണ്ട. 40 വയസ്സുള്ളവനായിരുന്നു ഈ മുടന്തൻ. 40 വയസ്സുള്ള വേദപുസ്തക ചരിത്രത്തിൽ ഹല്ലേലൂയ പുതിയ നിയമം എഴുതിയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരു വ്യക്തി സൗഖ്യമാകുന്നത് ഈ സൗഖ്യമാണ് നടക്കുന്നത്. 40 വയസ്സുള്ള 38 വർഷം ഹല്ലേലൂയ സ്തോത്രം കുളക്കരെ കടന്നവനെ ഹല്ലേലൂയ സൗഖ്യമായ ഒരു കാര്യം കാണുന്നുണ്ട്. 40 വയസ്സുള്ളവൻ യേശുവിന്റെ സമകാലീനനായിരുന്നു. യേശുവിന്റെ അതേ കാലഘട്ടത്തിൽ യേശു 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ യേശുവിന്റെ സമകാലീനായി ജീവിച്ച ഒരു വ്യക്തിയാണ് ഈ ജന്മനാ മുടന്തനായ വ്യക്തി. ഹല്ലേലൂയ. അവിടെ നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ ഹല്ലേലൂയ കാണുന്നു, സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ഒരു മനുഷ്യനെ ജന്മനാ മുടന്തനായവനെ ചിലർ കൊണ്ടിരുത്താറുണ്ടായിരുന്നു. എവിടെയാ കൊണ്ടിരുത്താറുണ്ടായിരുന്നത്? സുന്ദരം എന്ന ദേവാലയം. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നു ബ്യൂട്ടിഫുൾ ഗേറ്റ്. എന്താ ബ്യൂട്ടിഫുൾ ഗേറ്റ്? ഞാൻ അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ കൊരിന്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേക ടൈൽസ് കൊണ്ട് നിർമ്മിതമായ മനോഹരമായ ഒന്നായിരുന്നു ഹല്ലേലൂയ സ്തോത്രം ഈ ഗോപുരം. അതുകൊണ്ട് ഇതിന് സുന്ദരം എന്ന ദേവാലയ ഗോപുരം എന്ന് പേര് കിട്ടുവാനുള്ള കാരണം തന്നെ ഹല്ലേലൂയ ഇവരിവിടെ കൊണ്ടിരുത്താറുണ്ടായിരുന്നു. ഇരിക്കുന്ന സ്ഥലം നല്ലതാ ഹല്ലേലൂയ, പക്ഷേ ഇരിക്കുന്നവന്റെ അവസ്ഥ വ്യത്യസ്തമാണ്. ഹല്ലേലൂയ പലപ്പോഴും നടക്കുന്ന കാറും ജീവിക്കുന്ന വീടും ഹല്ലേലൂയ ചെയ്യുന്ന ജോലി ഹല്ലേലൂയ സ്തോത്രം കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ലതാ, പക്ഷെ അകത്ത് ചില മുടന്തുകളുണ്ട്. നമ്മളെ കണ്ടാൽ ഒന്നിനും കുഴപ്പമില്ല. നല്ല ഡ്രസ്സും നല്ല ഉടുപ്പും നല്ല ജീവിതവും നല്ല സ്റ്റൈലുകളും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയുന്നതിനോ മലയാളം പറയുന്നതിനോ ഒരു കുഴപ്പമില്ല. വിദ്യാഭ്യാസത്തിന് കുഴപ്പമില്ല. എന്ത് പഠിച്ചു? PhD, ഡോക്ടർ, ഇതൊക്കെ കേൾക്കാനുള്ളൂ. പക്ഷെ അകത്തു പലതും മുടന്ത. ഈ മുടന്ത് മാറണമെങ്കിൽ മെഡിക്കൽ സയൻസിന് ചെയ്യാൻ കഴിയത്തില്ല. ഈ മുടന്ത് കാരണമെങ്കിൽ ഹല്ലേലൂയ ആർക്കും ലോകത്തിലെ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു ഹല്ലേലൂയ സ്തോത്രം കേരളത്തിലെ വളരെ വ്യവസായിയായ ഒരു മനുഷ്യന്റെ വീട്ടിൽ പോകാനിടയായി തീർന്നു. അദ്ദേഹത്തിന് ഒരു പ്രത്യേക അപ്പോയിന്റ്മെന്റ് ലഭിക്കാനിടയായി അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ അദ്ദേഹമാണ് എനിക്ക് ആഹാരമൊക്കെ വിളമ്പി തന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ വിചാരിച്ച ആൻറ്റി വിടില്ലല്ലോ, എന്താ വെച്ചത്? ആ വിളമ്പി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ 800 തൊഴിലാളികൾ എൻ്റെ സ്ഥാപനത്തിലുണ്ട്. 800 തൊഴിലാളികൾ കേരളത്തിന് വെളിയിലും വിദേശ രാജ്യങ്ങളിലുമായി 800 തൊഴിലാളികൾ തൻ്റെ ഹല്ലേലൂയ ജോലി താൻ ശമ്പളം കൊടുത്ത് ജീവിക്കപ്പെടുന്നുണ്ട്. കോടികളുടെ ആസ്തികൾ ഗവൺമെന്റ് തന്നെ കോടികൾ കൊടുക്കാനുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനോട് പറയാം, പാസ്റ്റർ ഞാൻ ഹല്ലേലൂയ ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെയും ഭാര്യയുടെയും തീരുമാനം, ഞങ്ങൾ 2 റൂമിലാണ് കിടക്കുന്നത്. അവൾ ആഹാരം വെക്കും. ഞങ്ങൾ വീട്ടിൽ സംസാരിക്കാറില്ല. ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരു കുഴപ്പമില്ല. നല്ല ഭാര്യ ഭർത്താക്കന്മാരാണ്. നല്ല ഭാര്യ ഭർത്താക്കന്മാർ. നല്ല കാറിലാണ് നടക്കുന്നത്. വലിയ ഫ്ലാറ്റിൽ കൂടിയ കോടികൾ വിലയുള്ള ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പക്ഷേ വീട്ടിനകത്ത് 2 പേരും 2 റൂമില്ല, സംസാരിക്കാറുമില്ല. ആഹാരം വെച്ച് വെക്കും, അതേ എടുത്ത് കഴിക്കും. ജീവിതം കാണാൻ ഭംഗിയാണ്, വലിയ ആഡംബരവും കൊഴുപ്പും ഒക്കെയാ, പക്ഷെ അകത്ത് മുടന്ത. ഇത് മാറ്റണമെങ്കിൽ ഒരു സയൻസിനും കഴിയത്തില്ല, പണത്തിനോ ഡോളറിനോ കഴിയത്തില്ല. ഒരുവന് മാത്രമേ കഴിയൂ, യേശുവിന് മാത്രം. അവനെപ്പോഴാ ചലിക്കുന്നതെന്ന് അറിയത്തില്ല. ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ ചലിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നോക്കണേ, ചിലരാണ് ഇവനെ കൊണ്ടിരുത്താറുള്ളത്. ആരാ കൊണ്ടിരുത്താറുള്ളത്? ചിലർ. ഹല്ലേലൂയ സ്തോത്രം. ഇന്നുള്ളതുപോലെ അന്നും ഒരു മാഫിയുണ്ട്. ഇന്ന് കേരളത്തിൽ അനേക മാഫിയുണ്ട്. ഭൂമാഫിയുണ്ട്, പിന്നെ ഏത് മാഫിയൊക്കെ ഉണ്ട്? മണൽ മാഫിയുണ്ട്. കുറച്ചുകൂടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരും പറയില്ല ആരോടും. ആത്മീയ മാഫിയുണ്ട്. അതൊക്കെ വലിയ ആഴമായ ചിന്ത, അതും നമുക്ക് കേൾക്കണ്ട. ഇന്ന് മാഫിയയുടെ വാക്കുകളാണ് നടക്കുന്നത്. ഇതുപോലെ അന്നൊരു മാഫിയ ഉണ്ടായിരുന്നു. തിരുവല്ല പട്ടണത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ പാർക്കുന്നത് കൊണ്ട് തന്നെ ഹല്ലേലൂയ രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ഒരു ടെമ്പറിൽ കുറെ ആൾക്കാരെ കൊണ്ടുവരും, ഇറക്കി വിടും, പൊക്കോളാൻ പറയും. വൈകിട്ട് അവർ വീണ്ടും വരും. ഹല്ലേലൂയ സ്തോത്രം. ദൈവദാസൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ സ്തോത്രം, ഇവന് ഹല്ലേലൂയ നരിയാണിയെ പോയിട്ടുള്ള ബിരിയാണി മതി. എന്റെ നരിയാണി പോയിരിക്കുന്നുണ്ട്, അവനെന്ത് മതി? ബിരിയാണി. ഹല്ലേലൂയ. ഇവരെന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുക്കും, വാക്ക്
സൗഖ്യമായില്ല? എന്തുകൊണ്ട് സൗഖ്യമായില്ല? എന്റെ പ്രാർത്ഥനാ റൂമിൽ ഈ ഭാഗം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, പരിശുദ്ധാത്മാവേ എന്തുകൊണ്ട് ഇവൻ മാത്രം സൗഖ്യമായില്ല? ഈ ആലയത്തിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മ പറഞ്ഞു, അവിടുത്തെ ആലയങ്ങൾക്ക് പല വാതിലുകളുണ്ട്, ഇവന്മാരെ ഞാൻ വരുന്ന അറിഞ്ഞിട്ട് ഇവന്മാരെ മാറ്റി വെക്കും. എന്നൊരു ദൂത് പറയാം, പിശാച് നിന്റെ വിടുതലും മാറ്റി വെച്ചാലും ദൈവം ഒരിക്കൽ പിശാച് നിന്റെ ജീവിതത്തിലെ മണ്ഡലങ്ങൾ എത്ര തകർത്താലും, ഡേറ്റുകൾ പറഞ്ഞത് നീട്ടിവെച്ചാലും, നിന്റെ ജീവിതത്തിലെ കുഞ്ഞുങ്ങളുടെ വിടുതൽ മാറ്റിവെച്ചാലും ഒരിക്കലും യേശുവിന്റെ ശക്തി വെളിപ്പെടും. അതാർക്കും തകർക്കാൻ കഴിയത്തില്ല. മന്ത്രവാദിക്ക് തകർക്കാൻ കഴിയത്തില്ല. ആഭിചാരകന് തകർക്കാൻ കഴിയത്തില്ല. രക്ഷവാഴ്ചക്കാരന് തകർക്കാൻ കഴിയത്തില്ല. കാരണം എന്റെ ദൈവശക്തിക്ക് മുമ്പേ അതെല്ലാം പരാജയമാണ്. നമ്മൾ പലപ്പോഴും സംതൃപ്തിപ്പെടാറുള്ളത് അയ്യോ ബന്ധനമാ, പോരാട്ടം. ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോ ഹല്ലേലൂയ സ്തോത്രം, മമ്മി എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ മോനെ അവിടൊക്കെ പോയി പ്രാർത്ഥിക്കുന്നു, സൂക്ഷിച്ചോണം, ബന്ധനം അടിക്കും, പോരാട്ടം അടിക്കും. നമ്മുടെ ചിന്താഗതി അവർ പോയി തലവേനക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചാൽ വീട്ടിൽ വരുമ്പോൾ നമുക്ക് തലവേന. നോ ബ്രദർ സിസ്റ്റർ. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ സ്തോത്രം, ഒരു ആന്റി രാവിലെ എഴുന്നേറ്റ് വീടിന്റെ പുറത്ത് നോക്കി, ഇവിടെ 3 മുട്ട ഇരിക്കുന്നു. ഇവിടെ നശിക്കട്ടെ, ഭൂമി നശിക്കട്ടെ, ഇങ്ങനെ എഴുതി വെച്ചേക്കോ. ആന്റി പേടിച്ച് കുറച്ച് വിളിച്ചു. ഞാൻ വിളിച്ചു, ആന്റി പാസ്റ്റർ എബി തോമസ്, അഡോണായ മിനിസ്ട്രീസ്, BV നമ്പർ 2, കുറ്റൂർ PO, തിരുവല്ല, അയച്ചേരും ഞാനൊരു സ്വത്രം പറഞ്ഞ് ഓംപ്ലേറ്റ് ചെയ്തോളാം. ഇത് തിരിച്ചടി പ്രസ്ഥാനമായ എന്റെ മമ്മിയോട് ഞാൻ പറഞ്ഞു, ഇത് തിരിച്ചടിയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ വേദസ്വരത്തിൽ നടക്കുന്നത്? നമുക്ക് എത്രയോ നല്ല പണികളുണ്ട്. ദൈവം വിളിച്ചിരിക്കുന്ന വചനം പറയുന്നു, ലൂക്കോസ് 10:19, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരം തന്നിരിക്കുന്നു, അവയൊക്കെ ദോഷം വരുത്തും. ആണോ? പിന്നെന്താ? ഒരു ദോഷവും. നമ്മുടെ നടപ്പും നമ്മുടെ പിശാചിനോടുള്ള പരിപാടി ദോഷം വരുമെന്നുള്ള പേടി. 1 യോഹന്നാൻ 5:4-5 പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയം നമ്മുടെ വിശ്വാസമാണ്. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാണ് ലോകത്തെ ജയിക്കുന്നത്? അനിലംബാനിയോ ബിൽഗ്രേറ്റ്സോ അല്ല ജയിക്കുന്നത്. ഈ ലോകത്തിന്റെ വാക്കാരെന്ന് പറയുന്നവരല്ല ജയിക്കുന്നത്. ദൈവമല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചു. ആരാ ദൈവത്തിൽ നിന്ന് ജനിച്ച്? ആരാ ദൈവത്തിൽ നിന്ന് ജനിച്ച്? അവരെ കൈകൊണ്ട് അവരെ നാമത്തിൽ വിശ്വസിക്കുന്നവരും ജനിക്കുന്നവൻ എന്താ പറയുന്നത്? മക്കൾ. അപ്പൊ ദൈവ മക്കളാണെന്നൊരു അധികാരം ഉണ്ടെങ്കിൽ, എന്റെ മമ്മിയുടെ പേര് ലോക്സി, എന്റെ പപ്പയുടെ പേര് തോമസ്, അവർ രണ്ടുപേരുടെയും മകനായി ജനിച്ചത് കൊണ്ടല്ല ഞാൻ ദൈവത്തിന്റെ മകനായി തീർന്നത്. ദൈവത്തിൽ നിന്ന് എന്ന് യേശുവിനെ ഞാൻ കൈക്കൊണ്ടോ എനിക്ക് പൂർണ്ണ ബോധ്യം വന്ന് യേശു ദൈവമാണെന്നും, അല്ലെങ്കിൽ റോമർ 10:9 യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് പറയും, ദൈവം അവനെ മരിച്ചുവിടേണ്ടി എന്ന് ഉയർപ്പിച്ചുവെന്ന് എന്റെ ഹൃദയം കൊണ്ട് ഞാൻ അംഗീകരിക്കപ്പെട്ടവളാണ്. അപ്പോഴാണ് ഞാൻ മകനായി. അപ്പോഴെനിക്ക് ആ പുത്രത്വം ലഭിച്ചു. ആ പുത്രത്വം നമ്മുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകം പിശാച്, ഈ ലോകത്തിലെ സകല ഇൻഫ്ലുവൻസുകളിൽ ലോകം, ഇതിനെ ജയിക്കണമെങ്കിൽ വീണ്ടും ജനിച്ചേ ഒക്കത്തുള്ളൂ. ഇവിടെയാണ് വീണ്ടും ജനനത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോ ദൈവത്തിന്റെ മകനോ മകളോ ആണോ നമ്മൾ ലോകത്തെ ജയിക്കും. അടുത്ത പദം പറയുന്നത് ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസമാണ്. അടുത്ത പദം എഴുതിയിരിക്കുന്നു, യേശു ദൈവപുത്രൻ വിശ്വസിക്കുന്നവനല്ലാതെ ആരാണ് ലോകത്തെ ജയിക്കുന്നവൻ? അതാ പ്രധാനപ്പെട്ട കാര്യം. നമ്മളെപ്പോഴും പറയുന്നത് പിശാചാ വലുത്, എന്റെ ദൈവം നമ്മളെ ജയിക്കാം, നമ്മൾ പലപ്പോഴും പറയുന്നത് ഓ ഇവിടുത്തെ ദേശാധിപതി വലിയ ദേശാധിപതി. ഞാൻ പറയാറുണ്ട്, ഞാൻ ചെല്ലുന്നിടം ഞാനാ ദേശാധിപതി. കാമണവന് പേടിയാവുന്നുണ്ടോ? ഞാൻ ഇവിടുത്തെ ദേശാവധി. കാരണം എന്നോട് കൂടെ ഒരുവനുണ്ട്. ദൈവജനം പറയുന്നു 1 യോഹന്നാൻ 4:4, നമ്മോട് കൂടെ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ ചെറിയവൻ, വലിയവൻ. അപ്പൊ one who was in me and one who was in you. മനസ്സിലായോ? നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിനകത്തുണ്ട്. ആ കാലത്തോളം നമ്മൾ വേഗം അറിയിക്കോ, നമ്മൾ എവിടെ പോയാലും അവര് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ ദേശത്തിന്റെ ഭരണകർത്താവ് നമ്മുടെ കൂടെ ഉള്ളവൻ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ അറിയുന്ന
പ്രാർത്ഥിക്കുന്നതോ? എത്ര പേർക്ക് ആത്മീയ കാഴ്ചപ്പാടിന് പകൽ ലഭിക്കാൻ കഴിയുന്നുണ്ട്? നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മളെ ആക്കിയിരിക്കുമ്പോ കുടുംബത്തിനെതിരെ എഴുന്നേൽക്കുന്ന ശത്രുവിനെ നോക്കി പറയണേ, എടാ പിശാചേ, എന്റെ യേശുവിന്റെ കൂടുണ്ട്, നിനക്ക് ഇവിടെ അധികാരമില്ല, ഇറങ്ങി പോടാ. അതിന് കൃപാവന പ്രാർത്ഥന വരേണ്ട കാര്യമില്ല, അതിന് പ്രവാചകനൊന്നും വരേണ്ട കാര്യമില്ല. അതിന് നമ്മുടെ മേൽ അധികാരം കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് അധികാരം തന്നിട്ടുണ്ട്. അധികാരത്തോടെ കൽപ്പിച്ചാൽ മണ്ഡലങ്ങൾ പരാജയപ്പെടും. അധികാരമണ്ഡലത്തോടെ കൽപ്പിച്ചാൽ നിങ്ങളുടെ കുഞ്ഞിനെ ഹല്ലേലൂയ തകർക്കുന്ന ഭർത്താവിനെ മദ്യപാനത്തിൽ ഇടുന്ന ഹല്ലേലൂയ സ്തോത്രം ആ ഭൂതത്തെ നോക്കി ശാസിക്കും. വിളിച്ചു വിളിച്ചു യെശയ്യാവ് 54:17 പറയുന്നു, എനിക്കെതിരായി നിൽക്കുന്ന ഒരു ആയുധവും പാലിക്കത്തില്ല. 1 യോഹന്നാൻ 3:8 പറയുന്നു, മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ. ദൈവം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, വിശ്വസിക്കുന്നു. ആ ബോധ്യം ഉള്ളിടത്തോളം കാലം എന്റെ കൂടെ യേശു ഉണ്ടെന്നുള്ള കാലം. ഇനി ആ വിചാരം ചെയ്ത് ഇവിടെ കൊണ്ടൊന്ന് കുഴിച്ചിട്ടാലും നമ്മൾ കാല് വെക്കുമ്പോൾ അത് കഴിയും. ഇനി ഹല്ലേലൂയ തകളെടുക്കുന്ന ആളെ ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. തകളെടുക്കുന്ന ആൾ കൊണ്ടൊന്ന് കുഴിച്ചിട്ട് ഇനി നാളെ അവിടെ കുഴിച്ചിടും. അവൻ കുഴിച്ചിട്ട് നമ്മൾ എടുക്കാനേ സമയം കാണത്തുള്ളൂ. എന്നാൽ അതിന്റെ വിശ്വാസം ഉണ്ടെ പറഞ്ഞു, എന്റെ കാല് വെക്കുമ്പോൾ കരിഞ്ഞു പോകും. കുഴിച്ചിട്ടതൊക്കെ അവിടെ കിടക്കട്ടെ, അതിനെ കരിക്കാനുള്ള അഭിഷേകം നമ്മുടെ അതിനെ തകർക്കുവാനുള്ള, അതിന്റെ ശക്തിയെ തകർക്കാനുള്ള മന്ത്രവാദം ആരും ചെയ്തോട്ടെ, അല്ലെങ്കിൽ പിശാച് വലതും ഒരുക്കിക്കോട്ടെ. ഒരു കാര്യം തിരിച്ചറിയാൻ, നിന്റെ കൂടെ ഒരുത്തനുണ്ട്, അവനുള്ള വിശ്വാസമുണ്ടോ, നിന്നെ തകർത്ത് കളയാൻ കഴിയത്തില്ല. ദിവസങ്ങൾ പറയുക, പിശാച് നിനക്കെന്റെ വിടുതൽ തടയാം, പക്ഷെ ഒരു കാര്യം, എന്റെ ദൈവം അതിന്റെ നടുവിൽ ഇറങ്ങി വന്ന് തിരിക്കാൻ സർവശക്തനാ. അല്ലെങ്കിൽ നിന്റെ ഉയർച്ച, നിന്റെ ഫിനാൻഷ്യൽ മണ്ഡലങ്ങളെ അവന് ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിന്റെ ആത്മീയ മണ്ഡലങ്ങളിൽ നിന്റെ പ്രാർത്ഥന കുറയ്ക്കാം, നിന്റെ ഹല്ലേലൂയ സ്തോത്രം ജീവിതത്തിലെ സ്വസ്ഥത എടുത്താം. പക്ഷെ ഒരു കാര്യം, നിന്റെ ഉള്ളിൽ ഒരുത്തനുണ്ട്, അവൻ ചാടി എഴുന്നേറ്റാൽ, അവൻ എഴുന്നേറ്റ് വിളിച്ചു പറയും, എടാ ഈ ഭവനത്തിനകത്ത് നിനക്ക് അധികാരമില്ല എന്ന് പറയാനുള്ള ആത്മീയ കരുത്തി ദിവസങ്ങൾ പ്രാപിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പിശാചോ ബന്ധനങ്ങളോ പോരാട്ടോ ഇല്ലെന്നല്ല പറയുന്നത്, അതിന്റെ നടുവിൽ ജയിക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തി പിശാച് വളരെ ശക്തമായിക്കൊണ്ടിരിക്കുക. അതിന് 24 മണിക്കൂർ പ്രോഗ്രാമുകൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളെക്കാൾ അവന് ശക്തമാരായ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക. കല്ലിനെയും മണ്ണിനെയും ഹല്ലേലൂയ സകല മന്ത്രങ്ങളും ചൊല്ലിക്കൊണ്ട് 24 മണിക്കൂറും അവർ അമ്പലങ്ങളിൽ ജീവിതത്തിന് നമ്മളെക്കാൾ ഗൗരവമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ശക്തിയൊക്കെ എഴുന്നേറ്റ് വരും. നമ്മളെ ഹല്ലേലൂയ എപ്പോഴും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അവർ രാവിലെ 5 മണിക്ക് എഴുന്നേക്കും, അവരല്ലെങ്കിൽ 4 മണിക്ക് എഴുന്നേക്കും, 3 മണിക്ക് എഴുന്നേക്കും. കൃത്യതയോടെ ചെയ്യുന്ന ഒരു കൂട്ടമാ ആ മണ്ഡലം ഒന്ന് തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ നമ്മൾ ഇതിനകത്തല്ല ഉഴപ്പന്മാരാ, ഞാനും നിങ്ങളും വലിയ ഉഴപ്പന്മാരാ. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് സമയം കിട്ടുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. കൃത്യതയോടെ 24 മണിക്കൂറും ചലിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുണ്ട്, വളരെ ഗൗരവമാ. എന്നാൽ ഇതിന്റെ നടുവിൽ തിരിച്ചറിയുക, നിന്റെ കൂടെയുള്ള കർത്താവിലുള്ള വിശ്വാസം നിനക്കുണ്ടെങ്കിൽ തകർത്ത് കളയാനൊരു അഭിഷേകമുണ്ട്. ബന്ധനമാ പോരാട്ടമാ. നിനക്ക് ബന്ധനമുണ്ട്, പോരാട്ടമുണ്ട് പറ. അഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉള്ളിനകത്തൊരു വിശ്വാസം ഉണ്ടാകണം, അതിനകത്തൊരു ദൈവകൃപ ഉണ്ടാകണം. അല്ലെങ്കിൽ ഞാൻ വെളിപ്പാട് കാണുമ്പോ നിങ്ങളോട് പോരാടുന്ന ശത്രുവിനെ ഞാൻ കണ്ടേക്കാം, വിളിച്ചു പറഞ്ഞേക്കാം, പക്ഷെ അതിനെ ജയിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിനകത്ത് ആത്മീയ കരുത്ത് വരണം. കഴിഞ്ഞ ദിവസം ഒരു ആന്റി എന്ത് പറയുകയാണ്, ഞാൻ ചിരിച്ചുപോയി. 60 വയസ്സായി, എന്റെ സൗന്ദര്യത്തോട് പിശാചിന് ഭയങ്കര പോരാട്ടമാണ്. 60 years old. എന്റെ സൗന്ദര്യത്തോട് പിശാചിന് ഭയങ്കര പോരാട്ടം. അവര് സമയം വായി കേൾക്കാനുള്ളത് പോരാട്ടം മാത്രമേ. അബദ്ധ ചിന്തകൾ, അബദ്ധ വിചാരങ്ങൾ കൊണ്ട് ആത്മീയ മണ്ഡലം പലപ്പോഴും ഭയപ്പെട്ട് കിടക്കുക. തിരുമക്കളെ, നമ്മുടെ കർത്താവ് വലിയവനാ. അവൻ ആരാന്ന് അറിയത്തില്ല, അവനെ പോലെ ഒരു ആരാധ്യനില്ല, അവനെ പോലെ ആരുള്ളൂ യേശുവിനെ പോലെ ആരാ ഉള്ളത്. അവനെ ഒന്ന് വിശ്വസിക്കാൻ, അവന്റെ കൂടെ നടക്കാൻ തുടങ്ങിയ ഈ പിശാചെല്ലാം ഓടി ഒളിക്കും. നമ്മളിപ്പോ എന്തുവാ പറയാ, പ്രാർത്ഥനക്കാരെ ഏൽപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഒരു ആന്റി എന്നെ വിളിച്ച് പ്രളയനൊക്കെ പ്രസംഗിച്ചു. ആന്റി എന്നെ വിളിച്ചു, പാസ്റ്ററെ എനിക്ക് വിടുതൽ മേടിച്ചു തരണം. വിടുതൽ മേടിച്ചിട്ട് ആന്റിയോട് ആദ്യം പറയാം. ഞാൻ ആന്റിക്ക് എന്താ പണി, ഞാനത് ഇതിലൂടെ അടിക്കുന്നു.
നമ്മൾ ഹോൾസെയിൽ വിചാരമാണെന്നാണ് വിചാരിക്കുന്നു. ഹല്ലേലൂയ. 100 കണക്കിന് ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരാളെ വിഷയം എടുത്ത് പ്രാർത്ഥിക്കാൻ നമുക്കിപ്പോൾ നോട്ട് ടൈം. മനുഷ്യരാണ്. ഒരു കാര്യം പറയട്ടെ, നമ്മൾ തന്നെ ദിവസങ്ങൾ ഉണർന്നേ ഒക്കത്തുള്ളൂ. ചിലപ്പോൾ ഞാൻ ഈ ആത്മീയ സന്ദേശം പറയുമ്പോൾ നിങ്ങളൊരു ഗൈഡൻസിലേക്ക് നയിക്കുക. ഈ ഗൈഡൻസ് നിങ്ങളത് ഏറ്റെടുത്തിട്ട് നിങ്ങൾ അതിനെ ജയിക്കണം. അല്ലെങ്കിൽ ആയിരക്കണക്കിന് വിസിറ്റിംഗ് പാസ്റ്റർമാർ വന്ന് ദൂരൊക്കെ പറഞ്ഞിട്ടോ കേട്ട് 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 ജീവിതം ഇങ്ങനെ കൈമാറും. ജയിക്കണമെങ്കിൽ ആത്മീയ കരുത്ത് ആത്മീയ കരുത്ത് പ്രാപിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. അതാണ് ഈ കാലഘട്ടത്തിന് ആവശ്യമായിരിക്കുന്ന. പിശാചിനോട് പോരാടുന്നത് നമ്മൾ ആത്മീയ അഭിഷേകം പ്രാപിപ്പാൻ ഇടയാകണം, ആത്മീയ ശക്തി പ്രാപിപ്പാൻ ഇടയാകണം. ഹല്ലേലൂയ, സ്തോത്രം. ഈ മുടന്തന്റെ മൈൻഡ് സെറ്റ് നമ്മുടെ ഈ മൈൻഡ് സെറ്റ് പോലെയായിരുന്നു. അവന്റെ ഈ ചിന്താഗതി, എന്റെ കൂടെ ഇരുന്ന അവറാച്ചനും ഇവന്റെ കൂടെ ഇരുന്ന ഓനാച്ചനും, ഹല്ലേലൂയ, സ്തോത്രം, മുടഞ്ഞു മരിച്ചു. ഹല്ലേലൂയ. ആരാണ്ടൊക്കെ മരിച്ചപ്പോൾ മുനിസിപ്പാലിറ്റിക്കാർ വന്ന്, ഹല്ലേലൂയ, സ്തോത്രം, എവിടെയോ ശ്മശാനത്തിൽ കൊണ്ട് അടക്കി. എന്റെ ജീവിതവും ഇങ്ങനെയുള്ളെന്ന മുടന്തന്റെ മൈൻഡ് സെറ്റ് ഇന്ന് പകൽ നമ്മളും പറയുന്നു. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ ജീവിച്ച എന്റെ ജീവിതം തകരും, 80 വയസ്സ് വരെ തകരും. ഹല്ലേലൂയ, സ്തോത്രം. ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ തോറ്റു. ഹല്ലേലൂയ, സ്തോത്രം. ഈ സഭയെ കൊണ്ട് ഞാൻ തോറ്റു. ഈ ദേശത്തെ കൊണ്ട്, അമേരിക്കയോ, ദൈവം അമേരിക്കയിലാക്കിയിരിക്കുമ്പോൾ ഇവിടെ സാറ്റിസ്ഫൈഡ് ആകണം. ദൈവം നമ്മളെ മലയാളിയായിരിക്കുമ്പോൾ മലയാളി എന്നുള്ള ഒരു ആത്മധൈര്യം ഉണ്ടായിരിക്കണം. നമ്മൾ ഇന്ത്യൻ ആയിരിക്കുമ്പോൾ ഇന്ത്യക്കാരനായിരിക്കും ആത്മധൈര്യം ഉണ്ടാക്കണം. അമേരിക്കയിൽ നമ്മൾ താമസിക്കുമ്പോൾ അമേരിക്കയുടെ ഒരു കൂറ് നമുക്കുണ്ടായിരിക്കണം. ദൈവം ആക്കിയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവം വർദ്ധിപ്പിക്കാൻ ശക്തരാണ്. നമ്മൾ പറയുന്നു മലയാളി ശരിയല്ല, ഇന്ത്യ ശരിയല്ല, അല്ലെങ്കിൽ അമേരിക്ക ശരിയല്ല, ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ജീവിതം മൊത്തം നമ്മൾ ശരിയാവില്ല. ഇതിനെ ചേഞ്ച് ചെയ്യാനാണ് ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. ഈ മൈൻഡ് സെറ്റ് ആദ്യം മാറണം. കർത്താവേ, നിനക്ക് ചെയ്യാൻ കഴിയും, ഞങ്ങൾക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അവന്റെ മൈൻഡ് സെറ്റ് ഇതായിരുന്നു, എന്റെ ജീവിതം ഇതുകൊണ്ട് അവസാനിക്കും, മുടഞ്ഞ് അവസാനിക്കും. പക്ഷെ ദൈവത്തിന്റെ ശക്തി 1 മിനിറ്റ് കൊണ്ടാണ് ജീവിതം മാറി. അവൻ പലപ്പോഴും നടക്കുമ്പോൾ, പലരും തൻ്റെ അടുത്തുള്ള നടക്കുമ്പോൾ അവന് ചിന്തിച്ചാണ്, എനിക്കിതുപോലെ നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, കർത്താവേ, എനിക്കിതുപോലെ ജീവിക്കാൻ. നമ്മൾ പലപ്പോഴും സിനിമയ്ക്കകത്ത് അല്ലെങ്കിൽ നല്ല സൗന്ദര്യമുള്ളവരെ അതുപോലെ സൗന്ദര്യം കിട്ടിയിരുന്നെങ്കിൽ അവരുടെ വീട്ടിൽ ചെല്ലണം എന്നാന്ന്. ഹല്ലേലൂയ. ബൈക്കിന്റെ പുറകിൽ, കാറിന്റെ പുറകിലൊക്കെ ഷൂന്ന് പോകുമ്പോ ഭയങ്കരമാണ്. പക്ഷെ വീട്ടിനകത്ത് ചെല്ലണം. ഷൂ എവിടാണ്? റിയാലിറ്റിയും ഉണ്ട്, സ്വപ്നലോകമുണ്ട്. സിനിമകളൊക്കെ സ്വപ്നലോകത്തിലാണ്, റിയാലിറ്റിയിലല്ല. ഈ റിയാലിറ്റിയിൽ നമ്മൾ പച്ച മനുഷ്യന്മാർ, നമ്മളിങ്ങനെ ഉരസുന്ന മണ്ഡലങ്ങളാണ്. അവിടെ തീവാറാനല്ല, ദൈവകൃപയെ ആവരിക്കാനാണ് ദൈവം പിടിച്ചിരിക്കുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് പൊട്ടണം. ദൈവം എന്നെ ചേഞ്ച് ചെയ്യാൻ ശക്തനാണ്, എന്റെ ജീവിതം മാറ്റുവാൻ സർവശക്തനാണ്. എന്റെ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പൊ അവൻ വിടുതൽ കിട്ടിയതിന് അവനെ ഹല്ലേലൂയ, സ്തോത്രം. അവരെ പിന്നെ ഹല്ലേലൂയ. ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഒരാൾ മനുഷ്യൻ വന്നു. ഹല്ലേലൂയ, സ്തോത്രം. അദ്ദേഹം പുഷ്പഗിരി ഹോസ്പിറ്റലിൽ പോയി, ഹല്ലേലൂയ, പിന്നെ മുത്തൂറ്റ് പോയി, പിന്നെ സായിപ്പിന്റെ ഹോസ്പിറ്റലിൽ പോയി, എല്ലാ പരിശോധന നടത്തി. ഇത് വയറുവേദനയാണ്, മാറുന്നില്ല. എൻഡോസ്കോപ്പി ചെയ്തു, പല സ്കാൻ ചെയ്തു. ഡോക്ടർമാർ പല മരുന്നും കുറിച്ചു കൊടുത്തു, മാറുന്നില്ല. ഒരു ദിവസം ചർച്ച വന്നു, ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ഞാനൊരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തു. വയറുവേദന എവിടെ പോയെന്ന് അറിയില്ല. പിന്നെ ആ മനുഷ്യന്റെ ജീവന്റെ കാലത്ത് കണ്ടിട്ടില്ല. ദൈവം സൗഖ്യമാക്കുന്നത്, ദൈവം വിടുവിക്കുന്നത് തന്റെ പദ്ധതിക്ക് വേണ്ടിയാ. പത്രോസ് മീൻ പിടിക്കാൻ പോയി. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പൊ അവൻ വിശ്വസിച്ച് വലയിറക്കിയപ്പോ എന്തോ കിട്ടി? അപ്പൊ പെരുത്ത മീൻകൂട്ടം കിട്ടിയപ്പോ ആ ഭാഗത്തുള്ള വലിയ അത്ഭുതം ഏതാന്ന് പറയാം. മീൻകൂട്ടം കിട്ടിയതാണോ? അതേതാ വലിയ അത്ഭുതം അവിടെ നടന്നത്? ആ ഭാഗത്ത് നടന്ന അത്ഭുതം പറയാം. 5-ാം അധ്യായം ലൂക്കോസ് 5. ഏതാ അത്ഭുതം? ഏറ്റവും വലിയ അത്ഭുതം എന്തോ അവിടുത്തെ? അത് മടങ്ങും, ഞാൻ പറയാം, സിമ്പിളായിട്ട് പറയാം. അവൻ വലയും പടവും വിട്ട് യേശുവിനോട് കൂടെ അനുഗമിച്ചത് അത്ഭുതം എന്ന് പറയുന്നത്. ദൈവം ഈ പെരുത്ത മീൻകൂട്ടമെല്ലാം കാണിച്ചു കൊടുത്ത് എന്തിനാണെന്നറിയാമോ? യേശുവിന്റെ കൂടെ അനുഗമിക്കാൻ വേണ്ടിയാണ്. ഓരോ അത്ഭുതത്തിന്റെ പിറകിലും ഒരു ദൈവ പദ്ധതി ഉണ്ടായിരുന്നു. ദൈവം നമുക്ക് രോഗസൗഖ്യം തരുന്നത്, ദൈവം നമുക്ക് അനുഗ്രഹം തരുന്നത്, ദൈവം നമുക്ക് ജോലി തരുന്നത്, ദൈവത്തിന് ഇതിനകത്തൊരു പദ്ധതി ഉണ്ട് ദൈവമക്കളെ. ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ട് ദൈവമക്കളെ. ഈ മനുഷ്യനെ കാണാം, പിന്നീട് കാണുന്നു അവൻ പാടിയും തുള്ളിയും ചാടി. അവൻ പിന്നെ നിന്നില്ല, പിന്നെ അങ്ങ് തോട്ടവും തുള്ളലോ. അപ്പൊ ചേട്ടന്മാർ ഇവനെന്നാടാ ഇപ്പൊ കയറി വന്നത്, ഇപ്പൊ ഇത്രയും അവനവിടെ ഇരുന്നില്ല, ഇപ്പൊ നേരെ തുള്ളല് ചാട്ടം. ഇന്ന് പല ചേട്ടന്മാരും അതാ
കുറച്ച് ചെറുപ്പക്കാർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവർ ചാടാനും തുള്ളാനും പറഞ്ഞ് ജീവിതം കുഴിയിലോട്ട് പോകത്തേ ഉള്ളൂ. ദൈവാത്ഭുതങ്ങൾ ഹല്ലേലൂയ പലതും ചെയ്തെടുക്കാൻ ശക്തനാണ്. ചേട്ടന്മാര് അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെടുത്താൻ ഹല്ലേലൂയ കൂടെ ദൈവ സാന്നിധ്യത്തിനും ദൈവകൃപയിലും വർദ്ധിപ്പിക്കുവാൻ ദൈവശക്തനാ. അവൻ തുള്ളിയും ചാടിയും എന്ത് ചെയ്തെന്നാ പറഞ്ഞേക്കുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു വിടുതൽ കിട്ടുന്ന എന്തിനാണെന്നറിയാം? അവനെ ആരാധിക്കാൻ വേണ്ടി. ഇന്ന് ഈ വചനം എന്തിനാണെന്നറിയാം? ദൈവത്തെ ആരാധിക്കാൻ. പ്രസംഗിക്കുമ്പോ നിങ്ങളല്ല ഓഡിയൻസാ, പക്ഷെ ആരാധിക്കുമ്പോ ആരാ ഓഡിയൻസ്? പ്രസംഗിക്കുമ്പോ ആരും കാഴ്ചക്കാരും കേൾവിക്കാരുമില്ല. എന്നാൽ ആരാധിക്കുമ്പോ ഒരാൾ മാത്രമേ ഓഡിയൻസ് ആയിട്ടുള്ളൂ. യേശു ഇവിടെ വരും. എന്തിനാ ഈ വേദപുസ്തകം ധ്യാനിക്കുകയും വിശ്വസിക്കുകയും ഈ സ്നാനപ്പെടുകയൊക്കെ ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ? അവനെ ആരാധിക്കാൻ വേണ്ടി. ആരാധന കയ്യടിയും സ്വത്രവും പാട്ടും മാത്രമല്ല. ആരാധന എന്ന് പറയുന്നത് ജീവിതമാകമാനം അവന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുക. അതിന്റെ പ്രകടനങ്ങൾ, ചില പ്രകടനങ്ങൾ മാത്രമാണ്. കയ്യടിയും പാട്ടും ആരാധനയും ഒക്കെ എന്താണ്? ചില പ്രകടനങ്ങൾ മാത്രമാണ്. എന്നൊരു ദൂത് വിളിച്ചു പറയാം. ദൈവം വിടുവിച്ചാൽ അതിനൊരു ആരാധനയുണ്ട്. ആർക്കും തകർക്കാൻ ഒക്കത്തില്ല. വിടുവിച്ചവന്റെ പ്രത്യേകത ആരാധന എന്നുള്ളതാണ്. വിടുവിക്കപ്പെട്ടവന്റെ പ്രത്യേകത ആരാധന എന്നുള്ളത്. അതുകൊണ്ടാണ് ദൈവമക്കളെ നമ്മളെ പല അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുമ്പോൾ അതും കണ്ടും കേട്ടും പോകാനല്ല, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് ചെയ്തു തരുന്നത്. അവനെ സ്തുതിക്കാൻ വേണ്ടിയാണ് ചെയ്തു തരുന്നത്. അവനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് ചെയ്തു തരുന്നത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി തരും. നല്ല ഗുണങ്ങൾ ദൈവം കൊടുക്കാം. രോഗസൗഖ്യം ദൈവം കൊടുക്കാം. എന്തിനു വേണ്ടി ഇത് ചെയ്യുവാൻ അറിയാമോ? അവനെ മഹത്വപ്പെടുത്തുവാൻ. ദൈവത്തിന്റെ ദൃഷ്ടി ഈ മുടന്തന്റെ വീടുണ്ടായിരുന്നു. വർഷങ്ങൾ ഓരോരുത്തന്മാർ കൊണ്ടുവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ പലപ്പോഴും മറ്റുള്ള ഗോപുരങ്ങളിലൊക്കെ വന്നിരിക്കുന്ന കർത്താവ് നല്ലതുപോലെ കണ്ടു. പത്രോസ് യോഹന്നാൻ 3-ാം മണി നേരത്ത് പോവുകയാണ്. 3-ാം മണി നേരത്ത് പോയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഇവൻ നോക്കിയത് ഒന്നേ ഉള്ളൂ, എന്തെങ്കിലും നക്കാപ്പിച്ചേ കാണത്തുള്ളൂ. ഇന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ചിന്ത, കർത്താവേ എൻ്റെ ഈ വിഷയങ്ങൾക്കൊന്ന് മറുപടി കിട്ടുമായിരിക്കാം, പക്ഷെ അതിനേക്കാൾ അപ്പുറം ഒരു മറുപടിയാണ് ദൈവം തരാൻ പോകുന്നത്. എങ്ങനെയും കുഞ്ഞിൻ്റെ കല്യാണം നടന്നാൽ മതി, എങ്ങനെയും എൻ്റെ കുഞ്ഞൊന്ന് വന്നാൽ മതി, അതല്ല ദൈവം ചെയ്യാൻ പോകുന്നത്. അതിനപ്പുറത്തൊരു മറുപടിയാണ്, അതിനപ്പുറത്തൊരു ദൈവപ്രവൃത്തിയാണ് എൻ്റെ ദൈവം ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ നോക്കുമ്പോൾ, ഈ ഭാഗം നോക്കുമ്പോൾ എന്റെ ജീവിതത്തെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പത്രോസ് യോഹന്നാനും വന്ന് സിമ്പിൾ ആയിട്ട് പറയാ, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, വെള്ളിയും പണമൊന്നും തരാനില്ല. അതാ അർത്ഥം. അല്ല സ്വർണ്ണം ഊരാനുള്ളതല്ല പറഞ്ഞത്, വെള്ളിയും പൊന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞത്. ഞങ്ങളുടെ പണമൊന്നും ഇല്ല, ഞങ്ങളുടെ കയ്യിൽ ഏതൊന്നുമില്ല, പിന്നെ എന്താ ഉള്ളത്? യേശുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യാ? നടക്കാം. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇവർക്ക് ഇത്ര ധൈര്യം എവിടുന്നാ കിട്ടിയത്? ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇവർ ഇത്ര ധൈര്യത്തോടെ എന്താ പറയുന്നത്? വെള്ളിയും പൊന്നൊന്നും ഇല്ല, പക്ഷെ യേശുവിനാമത്തിൽ നടക്കാം. ഇത്ര ധൈര്യം എവിടുന്ന് കിട്ടി? എന്റെ കർത്താവ് പറഞ്ഞു, യുവമാർക്ക് എന്നോട് നല്ല ബന്ധമായിരുന്നു. ഞാൻ മുഖ്യമന്ത്രിയുടെ മോനാന്ന് വിചാരിച്ചു. ഒരാൾ വന്നൊരു ആവശ്യം പറയാം, ഞാൻ പറയാം എൻ്റെ അപ്പനോട് പറയാം, ആ കാര്യം സാധിപ്പിച്ചു. എന്തുകൊണ്ടാ? എൻ്റെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഇവര് സിമ്പിളായിട്ട് പറയാ, ഞങ്ങളുടെ പൈയും പണമൊന്നും ഇല്ല, പക്ഷെ യേശുവിനകത്ത് നടക്കാം. റിലേഷൻഷിപ്പ്. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ ഒരു റിലേഷൻഷിപ്പ് അത്യാവശ്യമാണ്. നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ കരുത്തു പ്രാപിക്കുന്നതാണ് ശുശ്രൂഷകൾ വെളിപ്പെടുന്നത്. അവർ 3-ാം മണി നേരത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടുകയാണ്. പ്രാർത്ഥന മാറ്റിവെച്ചില്ല. നമ്മുടെ പ്രാർത്ഥന റൂമിൽ നമ്മുടെ കുടുംബത്തിനകത്ത് ദൈവവുമായിട്ടുള്ള ബന്ധങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കാനിടയാകും. നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം. എൻ്റെ അപ്പൻ പറഞ്ഞ, ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വാസം, 88 വയസ്സുള്ള അമ്മച്ചി മരിക്കാൻ കിടക്കുവാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും, സൗഖ്യമാണ്. വീട്ടുകാർക്ക് എങ്ങനെയും അമ്മച്ചി മരിച്ചാൽ മതി എന്നുള്ള ചിന്താഗതി. പക്ഷെ അതിന് നടുവിൽ നമ്മൾ പ്രാർത്ഥിക്കും സൗഖ്യമാണ്. കാരണം എൻ്റെ യേശു സൗഖ്യമാക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ സൗഖ്യമായില്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അപ്പച്ചനാണ് കുഴപ്പം. 6-ാം നാമത്തിലാണ്, 7-ാം നാമത്തിലാണ് പറയുന്നത്, യേശുവിൻ്റെ നാമത്തിലാണ് പറയുന്നത്. അല്ലേ? ഇന്ന് പകൽ ദൈവത്തോടുള്ള ആഴമായ അവൻ വിടുവിക്കാൻ ശക്തൻ. ഏൽപ്പിച്ചു കൊടുത്താൽ കരങ്ങൾ ചേഞ്ച് ചെയ്യാൻ എന്റെ ദൈവം സർവശക്തൻ. വലിയ ശക്തനാണ്.
മനക്കട്ടുല അധികാര ഘടകൾ ജാനഘടകൾ കൗഡ റമാതുരിയാസിയ റീവൽ കൗഡമനഘടകൾ ശബ്ദരെ അൽകാരഗസ്ത ലിഗത്തിയാൻ അതരങ്ങൾ ചലിക്കട്ടെ, അതരങ്ങൾ ചലിക്കട്ടെ. ദൈവത്തിന്റെ ദൃഷ്ടി പിടിക്കുന്ന ഓരോരുത്തരുടെ മേലും ഉണ്ട്. എന്റെ യേശുവിന്റെ ദൃഷ്ടി പിടിക്കുന്ന ഓരോരുത്തരുടെ മേലും ഉണ്ട്. ദൈവാത്മാ പറയുന്ന ഒരു കാര്യം, നീ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറായ നിന്റെ പ്രവൃത്തി ദൈവം ആരംഭിക്കുകയാണ്. ദൈവം സമർപ്പിക്കാം. ഒന്ന് എഴുന്നേറ്റ് ഇവിടോട്ട് വരാം. മോളെ ദൈവം ഒന്ന് മുട്ടുകുത്തി നിൽക്കാം. ഞങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ അടകല ഘടക അടകൽ കൗട അടകല ഘടക ശാന്തരാധികാരം. നീ രക്ഷിക്കപ്പെട്ടവളാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവ സാന്നിധ്യം ഒന്ന് പറഞ്ഞാട്ടെ. ദൈവമായ കർത്താവേ, എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഞാൻ നിന്റെ ഇഷ്ടത്തിന് ജീവിപ്പാൻ, നിന്റെ ഹിതത്തിന് ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും നീ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവ്, ഇന്ന് പകൽ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. കർത്താവ്, ഇന്ന് കേട്ട ദൂത് പോലെ യേശുവിനെല്ലാം മാറ്റിമറിക്കാൻ കഴിയും. യേശുവിന് ഒരു മിനിറ്റ് കൊണ്ടെല്ലാം മാറ്റിമറിക്കാൻ കഴിയും. യേശു ബച്ചാ, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിനെതിരെ എഴുന്നേൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് പകൽ ഞാൻ തന്നെ തകർത്തു കളയും. എന്നെ സമർപ്പിക്കുന്ന കർത്താവ്, തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവെ, ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മോളെ, നിനക്കൊരാഗ്രഹം അത്യാവശ്യമാണെന്ന് പറയും. നിനക്കൊരു വിവാഹ ജീവിതം ദൈവം തരുവാൻ ശക്തനാണ്. ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ ഓർമ്മ. പക്ഷെ നീ ദിവസങ്ങളിൽ സമർപ്പിക്കപ്പെട്ട് ദൈവത്തോട് സംസാരിക്കാൻ ദൈവാത്മാവ് ഒരു ബോധനം തരികയാണ്. നിന്റെ ആഗ്രഹങ്ങളെ ദൈവസന്നിധി ഏൽപ്പിക്കാൻ കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്നു. അടകലകടക ശാന്തരകൗട, നിന്റെ വിളി പ്രത്യേകതയുള്ളതാണ്. നിന്റെ വ്യക്തിഗത സ്പെഷ്യൽ വേയിലുള്ളതാണ്. ദൈവാത്മാവ് എന്നോട് പറയുന്നു, അടകാനകസ്തൊരു ധീപരകടകസ്യ, നിന്റെ ജീവിതത്തിന്റെ ഹല്ലേലൂയ ഓരോ യാത്രകളിലും പല ഘട്ടങ്ങളിൽ പല തടസ്സങ്ങൾ നേരിട്ട നീ ഓരോന്നും ഹല്ലേലൂയ ഒരു എൻട്രൻസിലേക്ക് കയറുമ്പോൾ ഹല്ലേലൂയ അതിലെത്തിച്ചേരാൻ പല കഷ്ടങ്ങൾ നീ സഹിക്കുന്നുണ്ട്. ഒരു നിഴല് പോലെ നിന്റെ പിന്തുടരുന്ന ചില ശക്തിയുടെ വ്യാപാരങ്ങൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറുന്ന ഒരു ഞാൻ ആത്മാവിൽ കാണുക. ചില പാരമ്പര്യ
പാരമ്പര്യ ശക്തികളായിട്ട്, അല്ലെങ്കിൽ നിന്നെ നിഴല് പോലെ പോരാടുന്ന ചില ശക്തികൾ. ഓ അഴിയട്ടെ, ഇന്ന് പകൽ അഴിയട്ടെ. ദിവസം പ്രാർത്ഥിച്ചു മകൾ എടുത്ത തീരുമാനം നീ കണ്ടല്ലോ. ജീവിക്കുവാൻ ആര് തീരുമാനമെടുത്താലും അവർക്ക് വേണ്ടി എഴുന്നള്ളി വരുന്ന ഞങ്ങളുടെ രാജാതിരാജാവ്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിന്റെ രാജാവ് ഇന്ന് ഈ പകൽക്കാലം അവരുടെ തീരുമാനത്തിന് മുമ്പിൽ ഈ മകൾക്ക് വേണ്ടി ഒരു മഹത്വം വെളിപ്പെടുത്തുവാൻ, ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ യേശുവേ അതിനെ തടസ്സമായി നിൽക്കുന്ന പാരമ്പര്യത്തിന്റെ വാതിലുകളെ ഇന്ന് മകൾക്കാലം ഇന്ന് ഒന്നിച്ചു ചേർന്ന് ഈ മകളെ വിട്ടു കൽപ്പിക്കുകയാണ്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധമായിട്ട് ഈ ദൈവം മഹത്വമുണ്ടാകട്ടെ, ദൈവശക്തി അനുഭവിക്കട്ടെ, ദൈവരാജ്യത്തിന് കൊള്ളാനുള്ളവരാകട്ടെ. അതിനായി കർത്താവേ അധികാരത്തെ അനുഗ്രഹിക്കുകയാണ്. അവർ കുടുംബത്തിലേക്ക് പ്രവേശിക്കട്ടെ, അവർ തലമുറകൾക്ക് അത് സാക്ഷ്യം വഹിക്കട്ടെ, അവർ ഭർത്താവിന്റെ സ്നേഹം അനുഭവിക്കട്ടെ, യഥാർത്ഥ ദൈവ കൃപയിലേക്ക് അവർ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയുള്ള മേൽ ഒരു ദൈവ അനുഗ്രഹം പകർന്നതിനായി സ്തോത്രം. തീരുമാനത്തിൽ വെച്ച് നിൽപ്പാൻ കൃപ ചെയ്താട്ടെ, യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ മകളെ കർത്താവ് തൊട്ടതിനായി സ്തോത്രം ചെയ്യാം.